എൻ്റെ അച്ഛൻ്റെ ആത്മാവായിട്ട് സംസാരിക്കുന്ന കൊച്ചാന്ന് പറയുന്നത്. ഈ ആത്മാവ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് മുരളി എൻ്റെ മകനാണ്, എൻ്റെ മകനാണെന്നും ജയൻ സാറിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ജയൻ ഒഫീഷ്യലി അന്ന് കല്യാണം കഴിച്ചില്ല? അങ്ങനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ മകനിപ്പോൾ ഇങ്ങനെ നടക്കേണ്ടി വരുമായിരുന്നു, ഇത്രയും മാധ്യമങ്ങളിൽ വന്നിട്ട് സംസാരിക്കേണ്ടി വരുമായിരുന്നു. ഇതൊക്കെ ചോദ്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല. ജയൻ്റെ മകനാണെന്നും പറഞ്ഞ് സിനിമയിലോ സീരിയലിലോ നാടകത്തിലോ പൊതു പരിപാടിയിലോ പങ്കെടുത്താൽ അവൻ്റെ കൈയും കാലും ആദിത്യൻ അടിച്ചോടിക്കുമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. എൻ്റെ മുഖത്തൊക്കെ പറഞ്ഞ ഓൺ ദ സ്പോട്ടിൽ ഞാൻ അവനെ പൊക്കൂല. ആദിത്യൻ നിരസിക്കുന്നെങ്കിൽ ആദിത്യൻ ആണല്ല എന്ന് ഞാൻ പറയും. കാര്യം ആദിത്യൻ DNA വരാന്ന് പറഞ്ഞിട്ട് അവൻ മുങ്ങി. ഒരു അച്ഛൻ ഒരാളാണെന്ന് പറയുമ്പോൾ അത് തെളിയിക്കാൻ നടക്കുന്നത് സത്യസന്ധമാണെങ്കിൽ ഒരു മകന്റെ വിഷമം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ ശരിക്കും ജയൻ സാറിന്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു അബദ്ധമാണ്. കാരണം അബദ്ധമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ അമ്മ ആ വീട്ടിൽ 16 വർഷത്തെ സേവനമാണ്. അങ്ങനെ ഒരു നിയമ നടപടി അവർ സ്വീകരിക്കുകയാണെങ്കിൽ അതിനെ ഭയക്കുന്നുണ്ടോ? കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഇയാൾ ജയൻ്റെ മകനല്ല, ഞങ്ങൾ തെളിയിക്ക് DNA ഞങ്ങൾ തയ്യാറാ എന്ന് പറയും. ചൊണയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരല്പമെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വാ. ഈ മാസികയിൽ വ്യക്തമായിട്ട് സോമനാര് പറയുന്നു എൻ്റെ ചേട്ടൻ ഒരു മകനുണ്ട്. എൻ്റെ അച്ഛൻ്റെ ആളുകളെല്ലാം പ്രതിസ്ഥാനത്ത് നിന്ന് നാണം കെടുകയാണ്. എന്തോ പഠിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് കേട്ടു, കരാട്ടയോ കളരിയോ മാർഷൽ ആർട്സ് ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്. ജനം മനസ്സിലാക്കി ഇത് ജയൻ്റെ മകൻ തന്നെയാണ്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. അതിഥിയെ എല്ലാവർക്കും അറിയാം, മുരളി ജയൻ. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കലാകാരനാണ്, ഒരുപാട് കഴിവുള്ള പല മേഖലകളിൽ തൻ്റേതായിട്ടുള്ള കഴിവുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്കറിയപ്പെടുന്നത്, ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് നമ്മുടെ അനശ്വരനായ നടൻ ജയൻ സാറിൻ്റെ മകൻ എന്നുള്ള രീതിയിൽ ഒരു വിവാദം ഭയങ്കരമായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ഇദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം എന്താ പറയുക, സത്യത്തിന് വേണ്ടി ഇദ്ദേഹം ഒരു സൈഡിൽ കൂടി അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു. പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, പല വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ എന്താണ് സത്യാവസ്ഥ, എന്താണ് കാര്യം എന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. എന്തായാലും വെൽക്കം ടു അവർ ഷോ ചേട്ടാ. നമസ്കാരം. എന്തായാലും സന്തോഷം. പുതിയ സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലേ, മലയാളത്തിലേക്ക് ഒരു ചുവടുവെപ്പ് നടത്തി. ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ആഗ്രഹം തലയിലുണ്ടോ? സിനിമ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആഗ്രഹമൊന്നുമില്ലായിരുന്നു. നമ്മൾ ഈ അമ്മ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ അങ്ങനെ ഒന്നും ഇറക്കിയിട്ടില്ല. അമ്മ നേരെ തൊഴിൽ പഠിക്കുക, ജീവിക്കണം. ഈ വിശ്വകർമ്മ സമുദായത്തിനൊരു പ്രത്യേകത ഉണ്ട്. അവിടുത്തെ ആളുകളെല്ലാവരും, ചെറുപ്പക്കാരെല്ലാം ഒരു 10-20 വയസ്സ് കഴിയുമ്പം അവർ ജോലിക്ക് പൊയ്ക്കോണം, ജോലി ചെയ്ത് ജീവിച്ചോണം, സ്വന്തം കാര്യം നിന്നോണം ഒരു തീരുമാനമുണ്ട്. നമ്മുടെ ആ കുടുംബത്തിലുള്ളതാണ്. അപ്പം അതുകൊണ്ട് കുഞ്ഞിലെ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ എന്നെ കൊണ്ടുപോയി സൈക്കിൾ വർക്ക്ഷോപ്പിൽ കൊണ്ടു നിർത്തി. ഇത് നമ്മുടെ കുലത്തൊഴിലാണ്. ആദ്യം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എത്ര പഠിക്കുമ്പോൾ? 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൈക്കിൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. ഇന്നാണെങ്കിൽ ബാലവേലയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വകർമ്മയാണ്, നമ്മുടെ കുലത്തൊഴിലാണ് മോൻ, അതുകൊണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പൊ രാവിലെ സ്കൂളിൽ പോകും, വൈകിട്ട് വരും, ചോറ് കഴിക്കും, ബുക്കോടെ കൊണ്ടുവെക്കും, ചോറ് കഴിക്കും, നേരെ സൈക്കിൾ വർക്ക്ഷോപ്പിൽ പോയി. അതൊരു 7:30 മണി വരെ 7-7:30 മണി വരെ വർക്ക്ഷോപ്പിൽ വെക്കണം. നമ്മുടെ അമ്മയുടെ ഒരു അകന്നൊരു ബന്ധുവിന്റെ സുരേന്ദ്രനാണ് നൽകിയത്. പുള്ളിയുടെ വർക്ക്ഷോപ്പിൽ പോയി നിൽക്കുക. അവിടെ ചിന്തിക്കുമ്പോൾ ആഴ്ചയിലെ കണ്ട പുള്ളി 1 രൂപയോ ഒന്നെന്തോട്ടോ അത് തരും. ആഴ്ച ഉള്ളു ശമ്പളം. അതുകൊണ്ട് അമ്മയുടെ കൊടുക്കും. അപ്പൊ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചെലവര് കൊടുത്ത് വളർന്നു പറ്റി. അടിപൊളി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ജോലികൾ അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ പിടിച്ചിരുത്തി പഠിപ്പിക്കുന്ന പരിപാടിയൊന്നും അമ്മയ്ക്കില്ല. അമ്മ പഴയ 7ാം ക്ലാസ് കഴിയുക, അതില് 6ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ പിടിച്ച് പഠിപ്പിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. നമുക്ക് അടിസ്ഥാനം തരണമല്ലോ. ഇപ്പൊ മുരളിയേട്ടന്റെ പേരിൽ കേസ് ഉണ്ടോ? കേസ് 2 ഉണ്ട്. എന്താണ് ആ കേസ്? എന്താണ് അത്? ഞാൻ ഒരു എറണാകുളത്ത് നടന്ന ഒരു ഇന്റർവ്യൂവില് ഞാൻ നമ്മുടെ കാര്യങ്ങളെ വിവരിച്ചു. അപ്പൊ നമ്മുടെ അമ്മയോടും എന്നോടൊക്കെ ഒരുപാട് ക്രൂരത നമ്മുടെ അച്ഛൻ വീട്ടുകാർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഞാൻ പറഞ്ഞു, സത്യത്തിൽ ഞാനത് ചുമ്മാ പറഞ്ഞതാണ്. സത്യം ഞാൻ ചുമ്മാ പറഞ്ഞ, ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ. എന്നോട് എൻ്റെ അമ്മയോടും കാണിച്ചതിന് ഞാൻ പ്രതികാരം വീട്ടും എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ പറഞ്ഞു.
ഓ, കൊല്ലും വെട്ടും കുത്തും അതൊന്നും പറഞ്ഞില്ല. പ്രതികാരം ഞാൻ വിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ സത്യസന്ധമായിട്ടൊക്കെ പറയാം, അത് ഞാൻ കൈന്നിട്ട് പറഞ്ഞതാണ്. വെറുതെ പറഞ്ഞാണോ? വെറുതെ പറഞ്ഞ. അതിപ്പോ കേസായില്ലേ? അതിപ്പോ നമുക്ക് ആദിത്യം പേടിച്ചു, ആദിത്യം വരണ്ടു. അങ്ങനെ അവൻ കൊണ്ട് തൃശ്ശൂർ ഒരു കേസ് കൊടുത്തു. ആക്ച്വലി തൃശ്ശൂർ ആദിത്യന് കേസ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കാര്യം ആദിത്യൻ തൃശ്ശൂരല്ല താമസിക്കുന്നത്. ആദിത്യന് അവിടെ വീടോ സ്ഥലമോ ഒന്നുമില്ല. പക്ഷെ തൃശ്ശൂർ കൊണ്ടുവന്ന കേസ് കൊടുത്തു. ആ കേസ് മുന്നോട്ട് നടന്നു പോകുന്നുണ്ട്. ഓക്കെ. ഇപ്പം ആദ്യത്തിന് അങ്ങനെ കേസ് കൊടുക്കാൻ കാരണം ശരിക്കും ഇങ്ങനെ അച്ഛൻ്റെ വീട്ടുകാരാണ് അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ടത് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴാണല്ലോ. ഞാൻ അങ്ങനെ അവർ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അവർ ബുദ്ധിമുട്ടിച്ച കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ചേട്ടനെ. ഏത് തരത്തിലാണ് അവർ ബുദ്ധിമുട്ടിച്ചേക്കണേ? അതായത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ മകനാണെന്നും പറഞ്ഞ് സത്യത്തിൽ ഞാൻ ഇറങ്ങിയിട്ടില്ല. ആരും എന്നെ ഇവിടെ കാണിക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്തും വാർത്താ മാധ്യമങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ ജീവിക്കുന്നു. നമുക്ക് 2 മക്കളായി, മക്കളെ വളർത്തണം. ഒരു ഒറ്റ സെക്കൻഡ് മുരളിയേട്ടാ, മുരളിയേട്ടൻ വാർത്താ മാധ്യമങ്ങളിലൂടെയല്ലേ അറിയപ്പെട്ടത്? പറയാം അതിൻ്റെ കാര്യങ്ങൾ അതിലേക്ക്. ഓക്കെ. അപ്പം നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഞാൻ കൊല്ലം കളക്ടറേറ്റ് ജഡ്ജിയുടെ കാറും രാവിലെയും വൈകിട്ടും ഇലക്ട്രിക്കിൻ്റെ പ്ലംബിങ്ങിൻ്റെ പണിക്ക് പോകും. അപ്പോൾ സ്വന്തമായിട്ടൊക്കെ പണി ചെയ്ത് തുടങ്ങി. അപ്പോൾ രാവിലെ ഒരു ജസ്റ്റ് ഒരു അരമണിക്കൂർ അങ്ങോട്ട് ചെന്നാൽ ജഡ്ജി ഒരുങ്ങിക്കും, വണ്ടി എടുക്കുക, കൊണ്ടാക്കുക. വൈകിട്ട് ഒരു 4:45 കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ 5 മണിയാകുമ്പോൾ കൃത്യമായിട്ട് ഇറങ്ങുക. അത്രേ ഉള്ളൂ. 750 ശമ്പളം. അപ്പം നമുക്ക് ഈ ഡ്രൈവിംഗ് അന്നേരം പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് കൈ ഇടിക്കാം. അപ്പം അങ്ങനെ അതിൽ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു അഡ്വക്കേറ്റ് എച്ച് രാജു എന്ന് പറഞ്ഞൊരു അണ്ണനുണ്ട്, രാജുവിൽ നേരെ കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ അത് ഓടാൻ പോകും. അപ്പോൾ ആ സമയത്ത് എനിക്ക് കൊല്ലം കളക്ടറേറ്റ് CJMനെയും കൊണ്ട് ഞാൻ ഓട്ടം പോകും. CJMനെയും നമ്മുടെ ജഡ്ജിയെയും കൊണ്ട് എറണാകുളത്ത് ഓട്ടം വരാറുണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും. അപ്പോൾ CJM അടിപൊളിയാണ്, ഭയങ്കര സ്നേഹം. മറ്റേ അദ്ദേഹം ഒരു ഇച്ചിരി ഷാർപ്പാണ് നമ്മുടെ ജഡ്ജി. CJM എന്ന് പറഞ്ഞാൽ തോമസ് ജി പള്ളിക്കപ്പറമ്പിൽ സാറ്, പേര് പറയാം. കാര്യം അത്രയ്ക്കും മനുഷ്യത്വമുള്ള ഒരു സ്നേഹമാണ് മനുഷ്യൻ. മനസ്സിലല്ല, നമ്മൾ അദ്ദേഹത്തിൻ്റെ വണ്ടി എടുക്കാനായിട്ട് എന്നാൽ ഫസ്റ്റിൽ ഇദ്ദേഹം അവിടെ ഇങ്ങനെ നിൽക്കും, എന്നിട്ട് കയ്യിലൂടെ നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ ചെന്ന് പറഞ്ഞാൽ വെയിറ്റ് പോയി അദ്ദേഹം തന്നെ ഒരു ഗ്ലാസ് കോഫി കൊണ്ടുവരും. അത് കുടിച്ചിട്ട് അദ്ദേഹം കൂടി വരും നമ്മുടെ കൂടെ വണ്ടി ഇടുക. എൻ്റെ കൂടെ ഇരുന്ന് വണ്ടി ഇടും. ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ്. അപ്പോൾ ആ കോടതിയിൽ, അദ്ദേഹത്തിൻ്റെ കോടതിയിൽ എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയി. അവിടുത്തെ സ്റ്റാഫ്, നമ്മുടെ മറ്റേ ജഡ്ജിയുടെ ഡ്രൈവർ എന്ന നിലയിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക്, അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഈ വക കാര്യങ്ങളായിട്ട് ഞാൻ പോയിട്ടില്ല. അമ്മ പറഞ്ഞിട്ട് അച്ഛൻ വീട്ടിലൊന്നും പോകരുത്, ഒരാൾ മുട്ടം കുഴപ്പങ്ങളാണ്, കൈ കിട്ടിയത് നിന്നെ കുന്നുകളയുന്നൊക്കെ കൊച്ചിലെ അങ്ങനെ പറഞ്ഞു വെച്ചോണ്ട് ഞാൻ പോയിട്ടില്ല. എങ്കിലും ഒരു പ്രാവശ്യം അമ്മ അറിയാതെ ഒരു അച്ഛൻ്റെ ഒരു ഫോട്ടോ പിടിക്കൊണ്ട് ഞാൻ ഒന്ന് ശ്രമിച്ചു. എന്നിട്ട് അവരെ ഈ ആദ്യത്തിൻ്റെ അമ്മ എന്നെ വീട്ടിനകത്ത് ക്ഷണിച്ചിട്ട് ഞാൻ പോയില്ല. നമുക്ക് ഉള്ളിലെല്ലാം പേടി കിടക്കുക, അത് കുഞ്ഞിലെ പഠിപ്പിച്ച് ആ ഒരു പേടി എനിക്ക് അവർക്കറിയാമായിരുന്നു. അപ്പോൾ ചേട്ടനെ ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ടെന്നും ചേട്ടൻ അപ്പോൾ ഫോട്ടോ മേടിക്കാൻ വേണ്ടി അവിടെ പോകാൻ ശ്രമിച്ചായിരുന്നു? ഞാൻ പോയി. അമ്മ പറഞ്ഞ മോനെ ഒരിക്കലും അവിടെ പോയി. അച്ഛനൊക്കെ മരിച്ചതിന് ശേഷം ഞാൻ പതുക്കെ അമ്മ അറിയാതെ ഒരു ഫോട്ടോ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു. അച്ഛൻ്റെ വീടിൻ്റെ മുമ്പിൽ ഞാൻ പോയി ഇങ്ങനെ നിൽക്കുക, റോഡിനിപ്പുറം. അതുകൊണ്ട് ഈ നമ്മുടെ അച്ഛൻ്റെ വീട്ടിന് ഇപ്പുറത്ത് ഒരു ചേച്ചി ഉണ്ട്, ഒരു കനങ്ങ ചേച്ചി, എനിക്ക് ഓർമ്മയില്ല. ആ ചേച്ചി അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ എന്നെ കണ്ട് ഞാൻ ഇങ്ങനെ ഉടുപ്പിട്ട് ഇങ്ങനെ നിൽക്കുക, ഇച്ചിരി വിളി ഞാൻ. അപ്പം നിന്നപ്പോൾ ഉണ്ട് ഈ ചേച്ചി തിരിച്ചു പോയിട്ട് ഈ ആദിത്യൻ്റെ അമ്മയോട് പറഞ്ഞു. അങ്ങനെ ആദിത്യൻ്റെ അമ്മ അവിടുന്ന് ഇറങ്ങി വന്നിട്ട്, അയ്യോ മോനെന്താ വന്നിരിക്കുന്നത്, മോനിഞ്ഞു വാ, മക്കളിഞ്ഞു വാ, കുഞ്ഞിഞ്ഞു വാ, അതൊരു കുഞ്ഞിനൊക്കെ വിളിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അയ്യോ അല്ല, നിന്റെ വീട് അഞ്ഞു വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, എനിക്ക് ഞാൻ വരത്തില്ല. കുറേ നിർബന്ധിച്ചെന്നെ. എന്നിട്ട് അന്നേരം എന്ത് ചോദിച്ചാൽ എന്തിനാ വന്നെന്ന് ചോദിച്ചു. അല്ല, എനിക്ക് അച്ഛൻ്റെ ഒരു ഫോട്ടോ തരുമെന്ന് ചോദിച്ചു. ഏത് കാലഘട്ടത്തില്? അന്ന് അച്ഛൻ മരിച്ചതിന് ശേഷം, ആ ടൈമില് 80 മരിച്ച് കുറച്ച് 5-6 മാസം കഴിഞ്ഞ് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അയ്യോ മക്കളെ, കോളേജ് സ്റ്റുഡൻസ് വന്ന് എല്ലാ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഇനി ഒരു കാര്യം പോയിട്ട് ഒരു ദിവസം വാ, ഞാൻ മോന് വേണ്ടി ഒരു പ്രത്യേകം ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കും, ഉറപ്പാ. വരുന്നില്ലെന്ന് ചോദിച്ചു. അമ്മ ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ പറ്റുമോ വരാം. പിന്നെ അങ്ങനെ ഞാൻ അപ്പോഴേ ഓടി ഇനി വീട്ടിൽ പോയി. അമ്മ എടുക്കാൻ പറഞ്ഞില്ല, മരിക്കുന്ന വരെ പറഞ്ഞില്ല. അമ്മ അടിക്കുകയൊക്കെ ചെയ്യും, പേടി അമ്മയ്ക്ക് എന്നെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഈ വാർത്ത വരുന്നത് 2000 ജയന്തരം ഉണ്ടായല്ലോ, ഏഷ്യാനെറ്റ് വന്ന് വലിയ ചാനൽ വന്നില്ലേ, ദൂരദർശൻ. വന്നപ്പം ഈ മിമിക്രിക്കാരന്മാരെല്ലാം കൂടി ചേർന്ന് ഇതിലെ കൂടെ ഇദ്ദേഹത്തിന് അങ്ങ് പുനർജനിപ്പിച്ച് എല്ലാ മിമിക്രിക്കാരെയും പട്ടം നോക്കിയാലും ജയൻ്റെ സ്ഥലമില്ല. TV-യിലും പത്രത്തിലും മാസികയിലും പിള്ളേരും എല്ലാം ജയൻ. അപ്പൊ ആ സമയത്ത് ഞാൻ വെച്ചു, അമ്മ വയസ്സേ വരുമല്ലേ, ഇപ്പൊ അമ്മയും അച്ഛനുള്ള കേസിന്റെ ഒരു പകർപ്പ് എടുത്തെന്ന് വെച്ചേക്കാം സംഭവം. അപ്പൊ അങ്ങനെ അമ്മ എടുത്ത് തന്നു. അമ്മയുടെ കാര്യം ചോദിച്ചു, അമ്മ എവിടെ ഏത് കോടതിയിലാണ് നടന്ന കേസ്? അമ്മ പറഞ്ഞു ഇന്നോലെ ഇന്ന കോടതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ചെന്നപ്പോൾ നമ്മുടെ CJMന്റെ കോടതിയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം
അവിടെ എൻ്റെ കൂടെ ഞാൻ പണ്ട് ഇടയ്ക്ക് ജിമ്മിൽ പന്തൽ പറ്റുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് പോകും. അപ്പം അവിടെ ജിമ്മിൽ വന്ന ഒരു കൂട്ടുകാരൻ അവിടെ സ്റ്റാഫായിട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു നീ പോയി. അപ്പം എൻ്റെ തന്നെ ഞാൻ ഇവിടെ സ്ഥലം മാറി വന്നേ ഇന്ന് ഈ കോടതിയിലെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്കൊരു ഉപകാരം ചെയ്യണം, പക്ഷെ നീ ഒരു കാരണവശാലും അവരോട് പറയണം, എനിക്ക് വാക്ക് തരണം. അവൻ പറഞ്ഞു എന്നാ പറയത്തില്ല. എന്താ? ഞാൻ ഇതുപോലെ മരിച്ചുപോയ ജയൻ്റെ മകനാണ്, എൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള കേസ് ഇവിടെ നടന്നേ, അതിൻ്റെ ഒരു പകർപ്പ് നിനക്ക് എടുത്തു തരാൻ പറ്റുമെന്ന് വെച്ചു. പക്ഷേ ഇത് രഹസ്യം അറിയണം, പുറത്ത് വിടല്ലേ, എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞില്ലല്ലോ ഞാൻ ഒരിക്കലും ഇത് പറയത്തില്ല, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞു ഒരാഴ്ചയ്ക്ക് വെച്ച് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇഞ്ഞ് പോരുന്നു. എൻ്റെ പണിക്ക് പോയി. വൈകിട്ട് അന്ന് എനിക്ക് സൈക്കിള് പണി കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇവനും മാതൃഭൂമിയിലെ അനിൽ എന്ന് പറഞ്ഞ റിപ്പോർട്ടർ സാറും ഈ രണ്ടുപേരും കൂടി എന്നെ കാത്തിങ്ങനെ വന്ന് നിൽക്കുക. കോടതി കഴിഞ്ഞ് 5 മണിക്ക് ശേഷം വന്ന് നിൽക്കുക വീടിന് മുമ്പിൽ റോഡിൽ അവിടെ കച്ചേരിക്കുളം നാരജാത്ര കളത്തിൻ്റെ ഇപ്പുറം സബ്ജിനിപ്പുറം. അപ്പം ഞാൻ സൈക്കിൾ ഓട്ടി ഞാൻ ചെന്താ അഞ്ഞ് വരാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞാൽ ഇത് മാതൃഭൂമിയിലെ റിപ്പോർട്ടറാണ് അനിലിൻ്റെ പേര്. ഞാൻ പറഞ്ഞ നിനക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാമെന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റാത്തൊന്നും അറിയത്തില്ല, അമ്മ വീട്ടിലുണ്ട്, അമ്മയോട് പോയി ചോദിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം പോയി അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചോദിച്ചു. എന്നിട്ട് അമ്മയുടെ ഫോട്ടോ കൊടുത്തു, എൻ്റെ ഫോട്ടോ കൊടുത്തു. ആ സമയത്താണ് നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ ഈ മുടി മാറ്റി വെക്കുന്ന ഒരു പദ്ധതി കണ്ടുപിടിച്ച ആ സമയത്താണ് ഒരാളുടെ വിഗ് എടുത്താൽ കൊടുക്കുന്നത്. അപ്പോൾ ഇവർ കുറേ ഫോട്ടോ എൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത്. എന്നിട്ട് ഈ അനിൽ സാറ് മാതൃഭൂമിയുടെ മെയിൻ റിപ്പോർട്ടറാണ്. ഇദ്ദേഹം അന്ന് രാമവളര ഓഫീസിലാണ്, ഇദ്ദേഹം നേരെ ഓലക്കടയിൽ പോയി, അച്ഛൻ്റെ വീട്ടിൽ പോയി. അന്ന് അവിടെ ജീവിച്ചിരുന്ന പല ആളുകളെയും കണ്ട് അവരിൽ നിന്നും കളക്ട് ചെയ്തു കാര്യങ്ങളൊക്കെ. എന്നിട്ട് വീണ്ടും നമ്മളടുത്ത് വരും, അവിടെ പോകും, നമ്മളടുത്ത് വരും. എൻ്റെ ഫോട്ടോസ് പല 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 തരത്തിൽ എടുത്തെടുത്ത്. അപ്പോൾ അന്ന് എനിക്ക് നല്ല മുടിയുണ്ട്. എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ ഒരു കൂട്ടുകാരനും എനിക്കൊക്കെ ഈ മുടിയിൽ ചാരണം പിടിപെട്ടു. അന്നേരം എൻ്റെ ചാരണം സാധനം അത് എൻ്റെ കൂട്ടുകാരെന്ന് പറയോ, അവനത് ആരോ പറഞ്ഞു കൊടുത്ത പോലെ മുട്ട അടിച്ചിട്ട് ഈ ചെമ്പരത്തി പൂവും എന്തുകൊണ്ട് ചെയ്ത് വെച്ച് അത് മാറി എന്നത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനും വെച്ച് എന്നാൽ പിന്നെ അത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ അനിൽ സാറിനോട് ചോദിച്ച് സാറേ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞു, എനിക്ക് ഇന്നൊരു വിഷയമുണ്ട്, ഞാൻ പോയി എടുത്തോട്ടെ. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ കുഴപ്പമില്ല മുടി റെഡി ആയിക്കോന്ന് പറഞ്ഞു. ഞാൻ പോയി മുട്ട എടുത്തില്ല, കുറ്റി പോലെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് അത് തേക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ശ്രമിച്ചു. ആ സമയത്ത് ഈ അൻസാർ വീണ്ടും വീട്ടിൽ വന്നു. ഇദ്ദേഹം പലരോട് തിരക്കുവാണ്, കാര്യം ഇതൊരു വാർത്ത ഇട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന പ്രശ്നം ഭയങ്കരമാണ്. അതുകൊണ്ട് പലരോടും ചോദിച്ച് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മ പറയുന്ന കഥകൾ ചിരിച്ചും മറിച്ചും അമ്മയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം വീണ്ടും ഒരു ദിവസം വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കഷണ്ടി ഉള്ള പോട്ടെ, ആ മുടി മുടിയുള്ള അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു മുരളി നമുക്ക് ഈ ഫോട്ടോ മതി. അപ്പോൾ ഞാൻ ചോദിക്കാം അത് മുരളി ഇങ്ങനെ കമ്പ്യൂട്ടറിനോട് ഇങ്ങനെ വിഗ് മാറ്റി വെക്കുന്ന ചില പരിപാടിക്ക് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഫോട്ടോ നമുക്ക് എടുത്തിട്ട് കൊടുക്കാം. അപ്പം ഈ പഠിക്കുന്ന പിള്ളേരെ കൊണ്ട് അർത്ഥങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ എൻ്റെ ആ ഫോട്ടോ ഇടുക, പത്രത്തിൽ വന്ന് ആ ഫോട്ടോ എടുത്തിട്ട് പോയിട്ട് ഇവർ എന്നെ കൊണ്ടുപോയി കമ്പ്യൂട്ടറിലിട്ട് അച്ഛൻ്റെ അതിൽ ചരിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, മുരളി കോടതിയിലേക്ക് വന്ന ആ പത്രത്തിൽ ആ വിഗ് എനിക്ക് എടുത്ത് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് മാച്ചിങ് ആണെന്ന് കണ്ട് ക്ലിയറാക്കി. അങ്ങനെയാണ് എൻ്റെ വാർത്ത ഫസ്റ്റില് വരുന്നത്. ഓക്കെ, അതിങ്ങനെ ഒരു ശക്തമായ വാർത്തയായിരുന്നു, ഭയങ്കരമായി. അന്നും കുറെ ആളുകളൊക്കെ ഇതിനെതിരെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കൊല്ലത്ത്. ആ വാർത്ത മുരളീധരന് എന്താ തോന്നിയത്? നല്ലതായിട്ടാണോ തോന്നിയത്? നല്ലതായിട്ടായിരുന്നു. വിഗ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഫേക്ക് ആയിട്ടൊരു ഫോട്ടോ ആണ് അവർ പുറത്ത് വിട്ടേക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ പേടിയൊന്നും തോന്നി? അതിൽ വിഗ് വെച്ചിട്ടില്ല ഇല്ല, ആ കുറ്റമുള്ള മുടിയാണ് അത് കമ്പ്യൂട്ടറിൽ കയറ്റി ക്ലിയർ ചെയ്ത്. കാര്യം ഇത് ഈ വാർത്ത വരുമ്പം അന്ന് ഇങ്ങനെ പഠിക്കുന്ന പിള്ളേർ ഇത് കമ്പ്യൂട്ടറിൽ കയറ്റി ഞങ്ങളുടെ ഫോട്ടോ വിഗ് അങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ മാച്ചിങ് നോക്കുമെന്ന് ഞാനത് പറഞ്ഞു. ശരി ശരി. ആ വാർത്ത വന്നു, അതിശക്തമായിട്ട് വാർത്ത കയറി, ഭയങ്കരമായി എല്ലായിടവും കേരളം മൊത്തവും അറിഞ്ഞു, ഭയങ്കര ഇതായി. അങ്ങനെ 2 പേര് മാത്രമേ ഉള്ളൂ അന്ന് എന്നെ തിരക്കി വന്നത്. 2 പേര്, അച്ഛൻ്റെ ഏറ്റവും അടുത്ത 2 ആരാധകര്. അത് കഴിഞ്ഞ് ആരാധകരാണോ? അച്ഛൻ്റെ ആരാധകരാ. കൂടെ വർക്ക് ചെയ്തവര്, അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തവരാരും ആ ടൈമില് ആരും ഇന്നവരെ വന്നിട്ടില്ല. ഇല്ല, അന്ന് 2 പേര് എന്നെ തിരക്കി വന്നു. കോഴിക്കോട് നിന്ന് അവർ വന്നത്, ചിത്രാഞ്ജലി ചേട്ടനും വേറൊരു ചേട്ടനും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരാളുടെ കയ്യിൽ അച്ഛൻ ഉപയോഗിച്ചിരുന്ന അതേ സെയിം വാച്ച് ഉണ്ട്. അദ്ദേഹം അത് ഇദ്ദേഹത്തിനോടുള്ള ആരാധന മൊത്തം എവിടുന്നോ അത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുക. അച്ഛൻ്റെ സെയിം വാച്ച്, അച്ഛൻ ഉപയോഗിക്കുന്ന വാച്ച്. അപ്പൊ അതുകൊണ്ട് ഇവർ 2 പേരും വന്ന് എന്നെ കണ്ട് അന്ന് അവരെന്നോട് ചെറിയൊരു ക്യാമറ, അന്ന് അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, എൻ്റെ ഫോട്ടോ എടുത്തിട്ട് പോയി. അപ്പൊ അങ്ങനെ വന്നത് വലിയ വാർത്ത ഭയങ്കര വിഷയമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അറിയുന്നു ഈ നമ്മുടെ അച്ഛൻ്റെ അനുജൻ്റെ മോക്ക് കോളേജിൽ പോകാൻ പറ്റുന്നില്ല. അവർക്ക് പുള്ളിക്കാരിക്ക് നാണക്കേട്. ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ ഭയങ്കര നാണക്കേട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയൊക്കെ ഇറങ്ങിയപ്പോൾ ഞാനിത് അറിഞ്ഞു. ഞാൻ അന്നേരം ഈ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയെ ഞാൻ പോയി, ശ്രീദേവി നായത്തിൻ്റെ അമ്മയെ ഞാൻ പോയി കണ്ടു. ഇത് ഞാൻ പറയുന്നത് വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ്, കള്ളത്തരങ്ങളെല്ലാം പറയുന്നത്. പിന്നെ ഏത് ടെസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം.
ഞാൻ അവരെ അവിടെ കൊണ്ടുപോകുന്നു. അപ്പോൾ അന്ന് അവർ താമസിച്ചത് കൊല്ലം കടപ്പാക്കട മനോരമ ഓഫീസിൻ്റെ പുറവശത്തൊരു വീട്ടിലാണ്. ഞാൻ അവിടെ ചെന്നു, ഞാൻ വിളിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ശ്രീദേവമ്മ വന്നു. ആ വീട്ടിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറി ഇന്ന് സംസാരിച്ചു. എന്നിട്ട് എൻ്റെ അടുത്തായപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീദേവമ്മ ഇങ്ങനെ മോക്ക് അപ്പം വെച്ചിട്ട് പേര് പറയില്ലെങ്കിൽ പോലീസ് പറഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പം മോക്ക് ഇങ്ങനെ പഠിക്കാനും പോകുന്നപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ചില പ്രശ്നമുണ്ട്. പിന്നെ മോന് ഞാൻ പറഞ്ഞു അതാ എനിക്ക് മോൻ്റെ അച്ഛനൊന്നും ഉണ്ടാക്കിയൊന്നും തന്നിട്ടില്ല, ഞങ്ങളുടെ ഇല്ലാത്തരാ അങ്ങനെയൊക്കെ എൻ്റെ കുറേ കാര്യങ്ങൾ. എനിക്കൊന്നും വേണ്ട, നമുക്ക് താല്പര്യമില്ല, സ്വത്തിനോട് ഇപ്പോഴും താല്പര്യമില്ല. അവരൊന്നും അംഗീകരിച്ചിട്ടാണോ ഈ സംസാരിക്കുന്നത്? അയ്യോ അവര് എന്നെ കൊണ്ട് ഒരുപാട് ദിവസം മൂത്തിയാണ്. പക്ഷേ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് ഭയങ്കര ആദരവോടെയാണ് സംസാരിക്കുന്നത്. നമ്മുടെ അച്ഛനോട് കൊടുക്കുന്ന അതേ സെയിം ആദരവ് എനിക്ക് തരുന്നത്. കുഞ്ഞിനെ കൂടി ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നത്. അപ്പം ഞാൻ അവർക്കൊരു വാക്കന്ന് കൊടുത്തു, ഇല്ല ഇനി ഞാൻ ഈ വക കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും ഇനി വരത്തില്ല. അവരെൻ്റെ സഹോദരങ്ങളാണല്ലോ, അപ്പം അവർ നല്ലോണം ജീവിക്കട്ടെ. അവരുടെ ജീവിത വിജയത്തിന് മുന്നിലോ പിന്നിലോ നമ്മൾ നിഴലായിട്ട് പോലും പോകാൻ താല്പര്യമില്ല. ഞാൻ ഇത് ഇവിടെ ഞാനങ്ങ് നിർത്തുവാണ്, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞ് എൻ്റെ ഭാഗത്ത് നിന്ന് പോയി. ഞാൻ എൻ്റെ പണി ചെയ്യുന്നു, ഞാൻ ജീവിക്കുന്നു. പിന്നെ കല്യാണം കഴിച്ചു. നമ്മൾ ഇവരെയൊക്കെ റോട്ടിൽ വെച്ച് നമ്മൾ കാണും. ഈ പറഞ്ഞ അച്ഛൻ്റെ ആദിത്യനെയും കണ്ണനേരെ കാണാറില്ല, കണ്ണനേരെ ഇനി എറണാകുളത്താണ്. ഈ ആദ്യത്തിനെ റോട്ടി വെച്ച് കാണാം. അപ്പോൾ ഇയാൾ സിനിമയിൽ കയറി പിന്നെ ഒരു സീരിയലിനകത്ത് പിന്നെ ഇയാൾ ഭയങ്കര സ്റ്റാറായി നിൽക്കുന്നു. നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ അനിയത്തി പെൺകൊച്ചിനെ റോട്ടി വെച്ച് കാണും. അന്നേരമൊക്കെ നമ്മുടെ സംസാരിക്കും. ഇവരെയൊക്കെ എവിടെ വെച്ച് കണ്ടാലും, ഈ അനിയത്തി കൊച്ചിനെ എവിടെ വെച്ച് കണ്ടാലും ഞാൻ ചുണ്ടുകൊണ്ടേ ചോദിക്കും, ആണോ എന്ന് ചോദിക്കും. കാര്യം ശബ്ദം പുറത്ത് വരണ്ട, ഇത് മറ്റുള്ളവർ കേൾക്കണ്ട, നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പം ഇത് അവർ നമ്മൾ സംസാരിക്കും, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വളരെ ഇതായിട്ടാണ് ഞാൻ അവരോടൊക്കെ ചെയ്യുന്നത്. അവർ പക്ഷേ കാണുമ്പോൾ എൻ്റെ അടുത്തൊന്ന് സംസാരിക്കും. ഇപ്പോൾ അപ്പം കൊച്ചി റിജക്ട് ചെയ്തൊക്കെ ചെയ്തു, ഞാൻ പറഞ്ഞാൽ ഉള്ളത് അതങ്ങനെ ഇരുന്നോട്ടെ. ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ആദ്യത്തെ റോട്ടി വെച്ച് കാണുമ്പോൾ ഞാൻ റോഡിൻ്റെ ഈ സൈഡിൽ കൂടെ പോകുന്നെങ്കിൽ ആദ്യത്തിന് ആ സൈഡിൽ കൂടെ വന്നാൽ ആദ്യത്തിന് ഇപ്പുറം വന്ന് ചേട്ടാന്നൊക്കെ വിളിച്ച് സംസാരിക്കും. കുടുംബ വിശേഷങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുക. ഭയങ്കര ഷൈനിക്ക് പോകുന്നു. ഇയാൾ ഇങ്ങനെ ജയനെ പോലെ നടക്കുന്നു. നമുക്കതൊക്കെ സന്തോഷം തന്നെയാണ് ആൾക്കാർ. ഇങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ KPSCയിൽ നാടകം കളിക്കാൻ ഒരു അവസരം കിട്ടുന്നു. അപ്പൊ അതിനിടയ്ക്ക് രണ്ടുപേരും എന്നെ വന്ന് കാണുന്നു. ഒരു ചന്ദ്രബാബു ചേട്ടനും എൻ്റെ അച്ഛൻ്റെ ഒരു അമ്മാവൻ്റെ മകൻ പത്രപ്രവർത്തകനാണ്, ബിജു ആണോ ബൈജു ആണോ ഒന്ന് കാണുന്നു. ബൈജു എനിക്ക് തെറ്റ്, ബൈജു വന്ന് കണ്ടിട്ട് എന്നെ കണ്ടിട്ട് വന്ന് പറയുന്നത്, മുരളി നീ ഇങ്ങനെ ഇരുന്നാൽ പോരാ, നീ ചന്ദ്രബാബു ചേട്ടൻ നീ പുറത്ത് രംഗത്ത് വരണം. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇന്നലെ വാക്കും കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഒട്ടും താല്പര്യമില്ല, ഞാൻ ഒന്നും വരത്തില്ലെന്ന് പറഞ്ഞു. അല്ല അങ്ങനല്ല മുരളി, നീ വരണം, നിന്റെ ജീവിതം ഇങ്ങനല്ല, ഇത്രയും വലിയൊരു മനുഷ്യന്റെ മകൻ ഇങ്ങനെ ജീവിക്കേണ്ടതല്ല. അപ്പൊ ഞാൻ ഒരു വാടക താമസിക്കാം, അതുകൊണ്ട് ഞാൻ ഇല്ല ഇല്ലെന്ന് പറഞ്ഞ് ഒരുപാട് നിർബന്ധിച്ച്. ഈ പറയുന്നതാരാ, ഇപ്പൊ ഈ സംസാരിക്കുന്നതാരാ? ചന്ദ്രബാബു എന്ന് പറഞ്ഞ ചേട്ടൻ അച്ഛൻ്റെ ഒരു ആരാധകനാണ്. ആരാധന നമ്മുടെ അച്ഛനെല്ലാം ഭ്രാന്തരായ ആരാധകരാ, അങ്ങനെ ആരാധന അങ്ങനെ വേണം. അവര് ജയനെന്ന് പറഞ്ഞാൽ മരിക്കുവാണ്. എൻ്റെ അച്ഛൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഇവർക്കറിയാം. പക്ഷേ ഈ ആരാധകർക്ക് അത് ആണുങ്ങളാകട്ടെ പെടുന്നുണ്ട്, അവരുടെ കുടുംബം ചോദിച്ചാൽ പറയാൻ വലിയ പാടാണ്. അത്രയ്ക്ക് ഒരു ഭയങ്കര ഇതിന് വേണ്ടി റിസർച്ച് ചെയ്യണം, ഇതിനെക്കുറിച്ച് എന്താണ് അറിയാനുള്ളത്, അതിങ്ങനെ അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യരാണ്. ശരി ശരി. അപ്പോൾ ഈ ചന്ദ്രബാബു ചേട്ടൻ സ്വന്തമായിട്ട് ശാസ്താംകോട്ട മ്യൂസിക് കോളേജൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, നടത്തുന്നുണ്ട്. അങ്ങനെ ചന്ദ്രബാബു ചേട്ടൻ എന്ന് പറയുന്നത് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നു. പിന്നെ ബൈജു എൻ്റെ അടുത്ത് പറഞ്ഞു, മുരളി അങ്ങനല്ല, ഞാൻ പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മാവിൻ്റെ മോനാണ്, നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇത് അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ മുരളി ഇങ്ങനെ ജീവിക്കുന്നത്, മുരളി ഇങ്ങനെ പല്ല പോരാ, ഇങ്ങനെ പുറത്ത് വരണം, രംഗത്ത് വരണം, എല്ലാവരും അറിയപ്പെടണം എന്നൊക്കെ പറഞ്ഞു. ഈ ചന്ദ്രബാബു ചേട്ടൻ വന്ന് നമ്മുടെ കൊല്ലം കൊട്ടാരക്കര പൂവറ്റൂർ ബസ്സിലുണ്ട്, അവിടെ ഒരു മണികണ്ഠൻ ചേട്ടനുണ്ട്. അദ്ദേഹത്തിനോട് ഈ ചന്ദ്രബാബു ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ പത്രവാർത്ത പണ്ട് വായിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ എപ്പോഴും ഒരു വിഷമാണ്, അത് കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ളൊരു വിഷമായിരുന്നു. ഈ ജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു എന്താ ഒരു അവകാശി, അതിൻ്റെ ഒരു തുള്ളി രക്തം ഈ ഭൂമിയിൽ ഇല്ലാതെ വെക്കാതെ ആണല്ലോ ആ മനുഷ്യൻ പോയതൊരു വിഷമത്തിൽ നിൽക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെ അപ്പോൾ ഈ മണികണ്ഠൻ ചേട്ടൻ ഈ പത്രവാർത്ത 2001 കണ്ട്. അപ്പോൾ വൈഫായിട്ട് കാണിക്കുന്ന ചേട്ടൻ്റെ നിങ്ങളുടെ ജയൻ സാറിൻ്റെ മോൻ താണ്ടെ പുതിയതായിട്ട് ഒരാൾ വന്നിരിക്കുന്നു പറഞ്ഞ് ചേട്ടൻ ചോദിച്ചിട്ട്, ഓ അപ്പോൾ രക്ഷപ്പെട്ടടി, നമ്മുടെ ജയൻ സാറിന് ഒരു മകൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. മണികണ്ഠൻ ചേട്ടൻ എന്നെ കാണുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്ന് ശാസ്താംകോട്ട കാരാളി നോക്കി ഒരു ബേക്കറി വെച്ച് ഞങ്ങളൊന്ന് കാണുന്നു. ഈ ചേട്ടൻ എന്നെ കണ്ട ഉടനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഈ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, മുരളി കലാരംഗത്ത് ഇറങ്ങണം. ഞാൻ എന്തിനാ? അത് KPSCയിൽ നാടകത്തിൽ ഞാൻ കൊണ്ടുചേർക്കാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ കേൾക്കാനുള്ള ഒരാളുണ്ട്, നമുക്കൊന്ന് പറഞ്ഞു വെക്കാന്ന് പറഞ്ഞ് KPSCയിലെ തോപ്പിൽ ബാസി സാറിൻ്റെ അനുജൻ കൃഷ്ണപിള്ള സാറുണ്ട്, സിനിമ നടനാണ്. അദ്ദേഹത്തിൻ്റെ മകനുണ്ട് തോപ്പിൽ പ്രദീപ്. ആ പ്രദീപിനോട് ഈ കാര്യം പറഞ്ഞു. പ്രദീപായി എന്നെ KPSCയിലേക്ക് ക്ഷണിച്ചു. അവരുടെ 61ാമത്തെ നാടകം വൈക്കം മുഹമ്മദ് ബഷീർ സാറിൻ്റെ എൻ്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്ന നാടകം അവർ ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ഇസ്മയിൽ സാർക്ക് എന്നെ കണ്ടു. അപ്പം മനോജ് K. നാരായണനാണ് എൻ്റെ ഡയറക്ടർ.
മറ്റേ ഒരുപാട് പേരുണ്ടായിട്ട്. അപ്പം ഈ വിസ്മയ സാറ് പറഞ്ഞ് നമ്മുടെ ജയൻ സാറിൻ്റെ മോനൊരു വേഷം കൊടുക്കണം. അങ്ങനെ എനിക്ക് ഈ വൈക്കം മുഹമ്മദ് ബഷീർ സാറിൻ്റെ വേഷം ചെയ്യാനായിട്ട് ഒരവസരം എനിക്ക് KPC തന്നു. ഇത് നമ്മുടെ അച്ഛൻ്റെ മൂത്ത മകൻ കണ്ണൻ നായർ അറിയുന്നു. അപ്പോൾ കണ്ണൻ നായർ പറയും, ഈ വയസ്സാം കാലത്ത് എന്തിനാണ്, അപ്പം എനിക്ക് വയസ്സാം 2015 ആകുമ്പോൾ വലിയ പ്രായമായില്ല, ഇപ്പം 54 10 കുറേ എത്ര ഉണ്ട്, 34 ഇല്ലേ, 44. അപ്പം ഈ കണ്ണൻ നായർ പറഞ്ഞ വല്ല ആവശ്യമുള്ള കാര്യമാണോ, വയസ്സാം കാലത്താണോ നാടകത്തിലേക്ക് അഭിനയിക്കാനൊക്കെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ പലരും പറയുന്നു, അവരെല്ലാം വന്ന് എൻ്റെ അടുത്ത് പറയുന്നു, മുരളി ഇങ്ങനെ കാണുന്നു. ഞാൻ പറഞ്ഞ കണ്ണൻ നായർ പറട്ടെ, അതായത് ഞാൻ അവിടെയൊക്കെ വല്ലപ്പോഴൊക്കെ ഞാൻ കാണുള്ളൂ. ഇപ്പം കൊല്ലത്ത് വരുമ്പോൾ ചിലപ്പോഴേ കാണാറുണ്ട്. എനിക്ക് ഇവനെ കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ KPC നാടകം കളിച്ചു. അത് കഴിഞ്ഞിട്ട് KPCയിലെ നാടകം കളിച്ചപ്പോൾ നമ്മുടെ റഹ്മാൻ എന്ന് പറഞ്ഞൊരു ഇക്ക തൃശ്ശൂരുള്ള പുള്ളി എൻ്റെ ഒരു ഫ്ലെക്സും എൻ്റെ അച്ഛൻ്റെയും കൂടി പടം അടങ്ങുന്ന ഒരു ഫ്ലെക്സും ഒന്ന് അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരുള്ളൊരു പള്ളിയിൽ കൊണ്ട് ഉത്സവത്തിന് അവിടെ എന്തോ ഒരു ആഘോഷത്തിന് പുള്ളിക്കാരൻ കൊണ്ട് ഇവിടെ കെട്ടി. അപ്പോൾ അവിടെ ഉള്ള ഒരു ആദിത്യൻ്റെ കൂടെ സീരിയലിൽ അഭിനയിക്കുന്ന ഒരു പയ്യൻ ഈ ഫ്ലെക്സ് കണ്ടുകൊണ്ട് ആദിത്യനെ വിളിച്ചു പറഞ്ഞു. ആദിത്യൻ്റെ ഉടനെ ആ ഇക്കായ നമ്പറിൽ വിളിച്ചു. അപ്പോൾ ഇക്കായ നമ്പർ ഉണ്ടാണ് വിളിച്ചിട്ട് പറഞ്ഞാൽ അവൻ ജയൻ്റെ ഞങ്ങളുടെ വല്യച്ഛൻ്റെ മകനൊന്നുമല്ല, ഈ ഫ്ലെക്സ് ഇവിടെ വെച്ചാൽ എടുത്ത് മാറ്റിക്കോണം. ഇപ്പൊ ആദ്യത്തും പറഞ്ഞ അത് ചവിട്ടി പിടിക്കുന്നു. ആദ്യത്തെ തൊട്ടിട്ടില്ല, തൊട്ടാ വിക്ക എടുത്തിട്ട് ചവിട്ടി തേക്കുന്ന ഇക്ക. ആദ്യത്തും പറഞ്ഞ അത് എടുത്ത് മാറ്റിക്കോണം. എന്നിട്ട് അവനോട് പറഞ്ഞാൽ, എന്നിട്ട് മുരളിയോട് പറഞ്ഞേക്കാൻ, വല്യച്ഛൻ്റെ ജയന്റെ മകനാണെന്നും പറഞ്ഞ് സിനിമയിലോ സീരിയലിലോ നാടകത്തിലോ പൊതു പരിപാടിയിലോ പങ്കെടുത്താൽ അവന്റെ കൈയും കാലും ആദിത്യൻ അടിച്ചോടിക്കുമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഇത് പറഞ്ഞു, ഇത് ആദിത്യൻ ഈ റഹ്മാനിക്കോട് പറഞ്ഞു. ഇത് ശരിക്കും മുരളിയേട്ടൻ ഇത് റഹ്മാനിക്ക് പറഞ്ഞിട്ടാണോ അറിയുന്നത്? ഇങ്ങനെ പറഞ്ഞു എൻ്റെ മുഖത്തൊക്കെ പറഞ്ഞ ഓൺ ദ സ്പോട്ടിൽ ഞാൻ അവനെ പൊക്കൂല്ലോ. അല്ല, ഇനി ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം ഈ പറയുന്ന പോലെ ഇപ്പോൾ ഈ ആദിത്യൻ വാദിക്കുന്നത് പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ആദിത്യൻ വാദിക്കുന്നത്. ആദിത്യനെ പറയണമെങ്കിൽ മക്കളെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ഈ ഭൂമിയിലെ പുരുഷന്മാരാണ് അല്ലേ? ഒന്നേ ഉള്ളു വാക്ക്, നമ്മൾ എന്തു പറയുന്നു, എന്തു ചെയ്യുന്നു, എന്ത് കാണുന്നു, അത് കണ്ടു ചെയ്തു പറയൂ എന്ന് പറയാനുള്ള ആംബിയൻ ഉണ്ടെങ്കിലേ അത് പറയാവൂ, ഇല്ലെങ്കിൽ പറയരുത്. ഇത് എന്നോട് പറഞ്ഞത് ഒരു പോലീസ് തന്നെ. കൊല്ലം ഹൈസ്കൂൾ മുതൽ ഞാൻ ബൈക്ക് കൊണ്ടിരുന്ന് എനിക്ക് പോകാനുള്ള ആരോ ചെയ്യുന്ന സിഗ്നൽ കിടക്കുന്നു. ഞാൻ കയറിപ്പോയി, സിഗ്നൽ കട്ടായി റോഡ് നടുക്കെത്തി. പോലീസുകാരെ വന്ന് എന്നെ പിടിച്ചു. ഞാൻ പറഞ്ഞു സിഗ്നൽ ഉണ്ടായിരുന്നു, പുള്ളിക്കാരെ സമയമില്ല. ഞാൻ പറഞ്ഞു സിഗ്നൽ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ റെഡി ഒരു കാര്യം ഞാൻ പറയാം, ഇയാളെ മുഖത്ത് മീശയെ കൊണ്ടുവരും, ഇയാളെ കണ്ട വലിയ കുഴപ്പമൊന്നുമില്ല, ഇയാളൊരു കാര്യം ചെയ്തു കണ്ടു അല്ലെങ്കിൽ പറയണം, അല്ലെങ്കിൽ പിന്നെ ആൾ. അപ്പം ഞാൻ ശരിയാണല്ലോ, അങ്ങനെ വേണമല്ലോ, ഞാൻ അങ്ങനെ പറയാറുള്ളൂ. ആദിത്യൻ നിരസിക്കുന്നെങ്കിൽ ആദിത്യൻ ആണല്ല എന്ന് ഞാൻ പറയും, ആദിത്യൻ ആണല്ലെന്ന് ഇപ്പോഴും ഞാൻ പറയും. കാര്യം ആദിത്യൻ DNA വരാമെന്ന് പറഞ്ഞിട്ട് അവൻ മുങ്ങി. അപ്പം അങ്ങനെയൊക്കെ പല 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 ഇതൊക്കെയായി. പിന്നെ കണ്ണൻ നായർ ഫോണിൽ കൂടെ എന്നെ വിളിച്ചോടാ നിന്റെ മോൻ സ്കൂളിൽ പോകും. അപ്പം ഞാൻ ഓൺ ദ സ്പോട്ടിൽ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. പരാതി ആദിത്യന്റെ പേര് വേറെ പാർട്ടി പറഞ്ഞൊരു പരാതി കൊടുത്താൽ കിട്ടാരെ പ്രയോജനപ്പെടുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇല്ല കിട്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ രസീത് പിടിക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. നമ്മൾ ഈ പോലീസിന് അങ്ങനെയൊന്നും വലിയ കയറില്ല. പിന്നെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ എന്നെ പിടിച്ചോണ്ട് പോകും. എന്നെ പോലീസിനെ ഈ വെസ്റ്റ് പിടിച്ചോണ്ട് പോയാൽ എനിക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളിച്ചു പറയും, കോൺഗ്രസ് വിളിച്ചു പറയും, മഹിളാ സമാജം വിളിച്ചു പറയും, BJP വിളിച്ചു പറയും, ഇതെല്ലാവരും വിളിച്ചു പറയും. അവിടെ എല്ലാം ഞാൻ പറയുമ്പോൾ അവരെല്ലാം വിളിച്ചു പറയും. കാര്യം ഇവരെയൊക്കെ വിട്ട് ഞാൻ ജോലിക്ക് വന്നതാണ്, അതുകൊണ്ട് അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ കൊണ്ടുവന്ന് പരാതി കൊടുത്തു, സ്റ്റേഷനിൽ സ്വീകരിച്ചു, റെസിപ്റ്റ് വന്നു. 2 ദിവസം കഴിയുമ്പോൾ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. മുരളിയാണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പരാതി ഞാൻ തന്നു. ആദിത്യനെ ഞങ്ങൾ വിളിച്ചു. അപ്പോൾ ആദിത്യം പറഞ്ഞു എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്, അതുകൊണ്ട് വരാൻ പറ്റത്തില്ല, പോയി ജോലി നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞേ അതുകൊണ്ട് കേസൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ പോയിക്കോളാം. വെസ്റ്റ് പോലീസ് അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനത് വിട്ടു. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ പോകുന്നത്. പല 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 പരിപാടികൾ നമ്മളോട്. ഞാൻ ഇനിയിപ്പോൾ മുരളിയേട്ടാ നമ്മൾ എനിക്ക് എന്ത് ചോദിക്കാമല്ലോ, ഞാൻ ചോദിക്കാം. കാരണം നമുക്ക് ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു അച്ഛൻ ഒരാളാണെന്ന് പറയുമ്പോൾ അത് തെളിയിക്കാൻ നടക്കുന്നത് സത്യസന്ധമാണെങ്കിൽ ഒരു മകൻ്റെ വിഷമം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അത് ലോകത്തിലെ ഏറ്റവും വലിയൊരു വിഷമം തന്നെയാണ്. എൻ്റെ അച്ഛനാണെന്ന് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് ഇപ്പോൾ ചേട്ടൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അമ്മ ചൂണ്ടിക്കാണിച്ചു തരുന്ന ആരാണോ അയാളാണ് എൻ്റെ അച്ഛൻ. അത് അമ്മയോടുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ഇത് കാണുന്നവർക്ക് ഇപ്പോഴും ഇതെന്തൊക്കെ വിശ്വസിക്കേണ്ടേ എന്നുള്ള പല കൺഫ്യൂഷനിലിരിക്കണം ഇപ്പോഴും. ഒരു 98 വരെ വേണമെങ്കിൽ പറയാം. ഓക്കെ, റേഞ്ച് കയറി വരുവാണ്. ഇപ്പം 95 to 98 ജനം മനസ്സിലാക്കി ഇത് ജയൻ്റെ മകൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പം ഇനിയിപ്പോൾ നമ്മൾ സംസാരിക്കുന്നതെല്ലാം
കാരണം ആളുകൾ സത്യം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കിപ്പോൾ ചോദിക്കാൻ എൻ്റെ മുമ്പിൽ ചേട്ടനാണുള്ളത്. അപ്പോൾ എനിക്ക് ചേട്ടനോട് ചോദിക്കാം, എനിക്ക് ഒരു സാധാരണക്കാരന് തോന്നുന്ന പല സംശയങ്ങളും ചേട്ടനോട് ചോദിക്കാം. ആ രീതിയിൽ ചോദിക്കുകയാണ്, ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഉള്ള സംസാരങ്ങളായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു അച്ഛൻ്റെ പേരിൽ ഇപ്പോഴും തർക്കങ്ങൾ, അത് കുറേ ആളുകൾ പറയുന്നു അത് നുണ പറയുകയാണ്. ചേട്ടൻ പറയുന്നില്ല അതെൻ്റെ അച്ഛനാണ്, പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ സെക്കൻഡിലും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക അതെൻ്റെ അച്ഛനാണ്. അപ്പോൾ പല സൈഡിൽ അച്ഛൻ്റെ വീട്ടുകാർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ആദിത്യൻ ഫാമിലി ഇവരെല്ലാവരും ഒരു സൈഡിൽ കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പല പല പ്രശ്നങ്ങൾ നേരത്തെ ഒരു കേസ്, ഇപ്പോൾ കേസ് ഉണ്ടെന്നല്ലേ ഏട്ടൻ പറഞ്ഞേ? കേസ് എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുന്നു, മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. കേരള മുഖ്യമന്ത്രിക്ക് എന്താണ് ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ കേരള മുഖ്യമന്ത്രിക്ക് എന്ത് വിഷയം? ഓക്കെ, അല്ല ഞാൻ പറഞ്ഞത് ഒരു പരാതി പോയിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ പരാതി ഉണ്ട്, അപ്പൊ ഒരു കേസ് പോയിട്ടുണ്ട്, അതാ ഞാനും പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, കാരണം എന്തു ആവട്ടെ, ഇപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ എന്ത് സംസാരിക്കാനുള്ള ഒരു തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ആ പെർമിഷൻ എടുത്തിട്ടാണ് ചോദിക്കുന്നത്, താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല, ഇരുത്തിക്കൊണ്ട് തന്നെ പെർമിഷൻ എടുത്തിട്ട് ചോദിക്കുന്നത്. ഇപ്പോൾ അച്ഛൻ 2 വയസ്സ് വരെയാണ് മുരളിയേട്ടൻ്റെ അമ്മ പറഞ്ഞാണ് കൂടെ ആ വീട്ടിൽ ഞങ്ങളുണ്ടായിരുന്നു, എൻ്റെ അമ്മ പറഞ്ഞാണ്, ഞാൻ അതാണ് പറയുന്നത്. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഡൗട്ടുകളാണ്. അപ്പോൾ ഈ 2 വയസ്സ് വരെ ജയൻ സാറിൻ്റെ മകനാണ്, മകനാണ്, കൂടെ ഉള്ളതാണ്. അപ്പോൾ ഈ കൂടെ ജയൻ സാറിന് ഒരുപാട് ഫ്രണ്ട് സർക്കിളുള്ളതാണ്, സിനിമാ മേഖലയിലും രാഷ്ട്രീയത്തിലും അല്ലാതെയും നാട്ടിലും എല്ലാം ഒരുപാട് സർക്കിളുകളുള്ളതാണ്. ഇവരെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ 2 വയസ്സ് വരെ. അപ്പൊ ഈ ഒരു വിവാദം നടക്കുമ്പോൾ ഇവരെല്ലാവരും രംഗത്തേക്ക് വരാത്ത എന്താ? അത് സത്യമല്ലേ? ഞങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? ഒരു ചോദ്യത്തിന് മറുപടി അത് എന്നോടല്ല ചോദിക്കണ്ടേ. അല്ല, അത് എനിക്ക് ചേട്ടനോട്. എന്റെ അച്ഛന്റെ വീട്ടിൽ കേറി ഉണ്ട് വളർന്ന അല്ലെ ഉണ്ട് ജീവിച്ച ഉണ്ടറ തമ്പി അദ്ദേഹം എന്ന് പറയണം ഇതിന്റെ സത്യം. അദ്ദേഹത്തിന് അറിയാം. പിന്നെ എനിക്ക് തോന്നുന്നു, പിന്നെ പേര് മറന്നുപോയി, ഒരു ബാബു മോലാളിന്നോ അങ്ങനെ കുറെ ടീമുണ്ട്, നമ്മുടെ അച്ഛന്റെ കുറെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇവരെല്ലാം അച്ഛൻ നേവിയിലേക്ക് വരുന്ന സമയത്ത് ഇവരൊക്കെ കളിക്കാനൊക്കെ പോയിട്ട് ഇവരെല്ലാം ആഹാരം കഴിക്കുന്ന നമ്മുടെ അച്ഛന്റെ വീട്ടിലാണ്. ഈ കുണ്ട്രത്തമ്പിയുടെ കുണ്ട്രത്തമ്പി തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്നത് ഭാരതീയമ്മ വെച്ചു കൊടുത്ത ആഹാരം. ഭാരതീയമ്മ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന്റെ അമ്മ, ഭാരതീയമ്മ വെച്ച് വിളമ്പി കൊടുത്ത ആഹാരമാണ് ഈ കുണ്ട്രത്തമ്പി എന്ന് പറഞ്ഞ മനുഷ്യൻ കഴിച്ചിട്ടുള്ളത്. ഈ കുണ്ട്രത്തമ്പി എന്ന് പറഞ്ഞ വ്യക്തി യൂട്യൂബിൽ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മ അതിനെ കൊണ്ട് മുമ്പേ പറഞ്ഞു, മോനെ ഉച്ചയാകുമ്പോഴത്തേക്ക് അച്ഛനും അച്ഛൻ കുണ്ട്രത്തമ്പിയും അവരെല്ലാം കൂടി ഇങ്ങനെ വരും. അപ്പൊ അത് പറയാനുള്ള കാരണം, ഇടയ്ക്ക് കുണ്ട്രത്തമ്പി ബുള്ളറ്റില് ബൈക്കിൽ പോകുന്ന വഴിക്ക് അമ്മയെ കാണാം. അപ്പൊ അമ്മയുടെ ചോദിക്കുന്നു, തങ്കമ്മക്ക മോൻ എങ്ങനെ ഉണ്ട്, പഠിക്കുന്നുണ്ടോ, അങ്ങനെ നല്ലോണം വളർത്തിയെടുക്കണേന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അമ്മ ഓൺ ദി സ്പോട്ട് നിന്റെ അച്ഛന്റെ കൂട്ടുകാരനെ കണ്ട്. അപ്പൊ ഞാൻ കുണ്ട്രത്തമ്പി, തുണിക്കട തമ്പി അമ്മ പറയുന്നത്. തുണിക്കട തമ്പി, തമ്പിക്ക് ഒരുപാട് പേരാ. ഒന്ന് തങ്കശ്ശേരി തമ്പി, കൊച്ചിയില് തങ്കശ്ശേരിയിലാണ് അവര് വളർന്നത്, ജീവിച്ചത്. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ കൊല്ലം ഹൈസ്കൂളിൽ നോക്കി നമ്മുടെ അച്ഛന്റെ വീട്ടിലെ പുറത്ത് ഒരു തുണിക്കട, അങ്ങനെ തുണിക്കട തമ്പിയായി. പിന്നെ ഇപ്പം കുണ്ടറ കുണ്ട്ര തമ്പിയായി. അപ്പൊ തുണിക്കട തമ്പി എന്ന് പറഞ്ഞു ഭയങ്കര ജിമ്മാണ് മോനെ, ഒരു ദിവസം എത്രയോ മുട്ടയൊക്കെ തിന്നും, ജിമ്മി പഠിക്കും, അച്ഛൻ്റെ കൂടെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന സമയത്ത് അമ്മ പറയുന്നത്, മോനെ ഞാൻ ഈ തമ്പിക്ക് എന്തുമാത്രം ആഹാരം വിളമ്പി കൊടുത്ത ആളാണെന്നറിയോ, കുണ്ട്ര തമ്പിയും ഈ അച്ഛന്റെ കൂട്ടുകാരും അച്ഛനൊക്കെ കഴിക്കാൻ ഈ ഭാരതീയമ്മ കറി വെച്ച് വിളമ്പി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഭാരതീയമ്മ എന്ന് പറഞ്ഞാൽ വലിയ കൊഞ്ചു പഠിക്കും, ഇവര് അച്ഛനൊക്കെ വരുന്ന ടൈം ലീവിന് വരുമ്പോ വന്നേ ഈ കൊഞ്ചു മേടിച്ചിട്ട് അത് ഭാരതീയമ്മ വൃത്തിയാക്കിയിട്ട് അമ്മയുടെ പോകും. എന്നിട്ട് അമ്മയെ നിർത്തി അരകല്ലിൽ നിർത്തി അരപ്പിക്കും. മക്കൾ ഉണ്ണാൻ പരിപാടി പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞാൽ അരപ്പിച്ചിട്ട് അതിങ്ങനെ അരച്ചിട്ട് അമ്മ പറയുന്നത് എങ്ങനെ തോണ്ടി നോക്കിട്ട് ഇങ്ങനെ നോക്കും, പോലെ അരടി അരിയെന്ന് പറഞ്ഞാൽ അരപ്പിച്ചുകൊണ്ടിരിക്കും. അത്രയും രുചി ഉണ്ടാക്കുന്ന തരത്തിലാണ് കറി വെക്കുന്നത്. അമ്മയെ കൂടുതൽ കറി വെക്കാൻ പഠിപ്പിച്ചത് ഭാരതീയമ്മയാണ്. വറുത്തരച്ച തീരെന്നൊക്കെ പറയും. അതെ, നമ്മള് വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു, കറിയിലേക്ക് പോകുന്നു. ഓക്കെ. ഈ തമ്പി എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ പറയാം. തമ്പി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ചവച്ച് തുപ്പി വെച്ച കൊഞ്ചിനെ തല വേറെ ഉടൽ ഭാഗം വേറെ 2 കഴിയാം. ഈ തമ്പി എന്ന് പറഞ്ഞ മനുഷ്യൻ ചവച്ച് തുപ്പി വെച്ച ആ വേസ്റ്റ് എന്റെ അമ്മ കൈകൊണ്ട്, അന്നത്തെ സ്ത്രീകൾ അങ്ങനെയൊക്കെ അസുഖം എന്ന് പറയാം, ആ കൈകൊണ്ട് വാരി മാറ്റി അവരുടെ പാത്രങ്ങൾ ഇഷ്ടംപോലെ കഴുകി വെച്ചിട്ടുണ്ട് എന്റെ അമ്മ. ആക്ച്വലി ഈ കുണ്ട്രത്തമ്പി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്ന് ലോകം മലയാളി, ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് അറിയപ്പെടണമെങ്കിൽ അതിന് ഒരേ ഒരാളെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന്റെ കൂട്ടുകാരനായതുകൊണ്ട് മാത്രമാണ്.
അല്ലാതെ ഈ മനുഷ്യനെ ലോകം അറിയാൻ അദ്ദേഹത്തിന്റെ അച്ഛനോ അമ്മയോ അല്ലെ ഇദ്ദേഹമോ മറ്റു വലിയ കാര്യങ്ങളൊന്നും ചെയ്തു വെച്ചിട്ടില്ല. ഇപ്പം നേരിട്ടൊരു വാഗ്വാദത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നേരിട്ട് ചോദിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ ചോദിക്കും, ഞാൻ പോയി തമ്പിയുടെ കടയിൽ, ഞാൻ തമ്പിനെ പറയുന്നുണ്ട് എനിക്കറിയാം, ഞാനങ്ങനെ പറയുന്നുള്ളൂ. ഈ കുണ്ടറ തമ്പിയുടെ അമ്മയുടെ ഞാൻ ചോദിക്കും, അമ്മ ഇത് എവിടെയാണ് ഈ കുണ്ടറ തമ്പി എന്ന് പറഞ്ഞ ആളുടെ കട? അപ്പൊ ഇന്നലെ ഇന്നത്തെ കുണ്ടറ ഇങ്ങനെ പറയുന്നത് പറഞ്ഞു. അപ്പൊ ഞാനൊരു പ്രാവശ്യം എന്തോ ഒരു ആവശ്യത്തിന് ഈ കുണ്ടറ തമ്പിയുടെ കുണ്ടറയിൽ ചെന്നപ്പോ ഞാൻ അവിടെ കാര്യം സാധിച്ചപ്പോൾ ഞാൻ വെച്ചാൽ ഇവിടെ ഇല്ലേ നമ്മളെ അച്ഛൻ്റെ കൂട്ടുകാരൻ തമ്പി സാർ ഇതിന്റെ കട, അപ്പൊ ഒന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ഒരു ഭാഗത്ത് ഇല്ല കടയെന്ന് പറഞ്ഞു. ഞാൻ തമ്പി ടെക്സ്റ്റൈൽസ്, ഞാൻ ബൈക്ക് അവിടെ കൊണ്ടുവച്ചു. ഞാൻ ചെന്നു, അന്നപ്പോ പുള്ളി അവിടെ ഇരിക്കുന്നു, കാണാനേ കൊള്ളാം, ഒരു മനുഷ്യൻ. അപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞു കർച്ചീഫ് കൊണ്ടു, പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഒരു കർച്ചീഫ് എടുത്തു പറഞ്ഞു. ഞാനിങ്ങനെ പുള്ളിയെ കണ്ടു, പക്ഷെ പുള്ളിക്ക് എന്നെ മനസ്സിലായിട്ടില്ല. കർച്ചീഫ് എടുത്താണ്, എത്ര ഞാൻ എന്നെ മനസ്സിലായോ? ഇല്ല. ഞാൻ സൂക്ഷിച്ചു നോക്കി, എവിടെയെങ്കിലും വെച്ച് കണ്ട വല്ല പരിചയമുണ്ടോ? ഞാൻ പുള്ളി ഇങ്ങനെ നോക്കി പറഞ്ഞു, ഇല്ല എനിക്കില്ല. ഞാൻ ജയന്റെ വീട് കരുതില്ലേ? ആ ജയന്റെ വീട്ടിൽ കൊണ്ട് നിന്നൊരു തങ്കമ്മ അറിയാമോ? അങ്ങനെ പുള്ളി ഇങ്ങനെ നോക്കി, കണ്ണ ഇങ്ങനെ നോക്കി. ഞാൻ തങ്കമ്മയുടെ മോനെ. പക്ഷെ ആ മനുഷ്യന് ഒരു നന്ദിയുള്ള മനുഷ്യനില്ല. എന്തെങ്കിലും എന്നോട് ചോദിക്കാം, അയ്യോ മോനായിരുന്നോ അല്ലെങ്കിൽ എന്താ വിഷയം, പുള്ളി മൈൻഡൊന്നും കൊടുക്കില്ല. ഞാൻ ആ കർഷകന്റെ പൈസയും കൊടുത്ത് ഞാൻ ഇറങ്ങി കൊടുക്കണം. അമ്പെടുത്തെന്ന് പറയാം, അങ്ങനെ ആ പുള്ളിക്കാരൻ ഈ യഥാർത്ഥത്തിൽ ഈ മനുഷ്യനൊക്കെ നമ്മളെ രഹസ്യമായിട്ടെങ്കിലും വന്നൊന്ന് കാണേണ്ടതാണ്. അത്രയും ബന്ധമുണ്ടായിരുന്നതാണ്. പിന്നെ അച്ഛന്റെ വീട്ടിലായിരുന്നു പുള്ളി. അച്ഛന്റെ വീട്ടിൽ ആഹാരം കഴിയുമ്പോൾ അവിടെ തന്നെ നേരം വിളക്കും അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വരുവാണ്, അവിടെയാണ്. നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ഒരു 1-2 സിനിമയിൽ നമ്മുടെ രതീഷാന്റെ കൂടെ, പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം ആ കുടുംബത്തെ മൊത്തം പോറ്റിയാരാ? സുരേഷ് ഗോപി. നമുക്ക് എല്ലാവരും അറിയുന്നത്. ഈ മനുഷ്യനെ നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങിയ അമ്മ പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്ന നേരത്ത് എന്നെ അമ്മ വളരെ കുളിപ്പിക്കുന്നത് പൗഡറൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി അവിടെ ഇങ്ങനെ അകത്ത് കടത്തു ഹാളില്. അപ്പം തമ്പി മറ്റു കൂട്ടുകാരെല്ലാം കൂടി കയറി അവിടെ വരുമ്പോൾ തമ്പിയാണ് എന്നെ ആദ്യം വന്ന് പൊക്കി കിടക്കുന്നത്. അവിടെ റൗണ്ട് തടിയുടെ ടേബിളുണ്ട്, അതിന്റെ പുറത്തിരുത്തി എന്നായിട്ട് കളിപ്പിക്കുകയും എന്നെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് വീടിന്റെ പുറത്ത് കൊണ്ടുവന്ന്, വീടിന് മുമ്പില് മതിലുണ്ട്, അരമതിൽ, അതിന്റെ പുറത്തോട്ട് എടുത്ത് കളിപ്പിക്കുകയും അപ്പുറത്തെ ചോറ് വിളമ്പത്തോണ്ട് സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഈ മനുഷ്യർക്ക് നമ്മളെ അതീവ രഹസ്യമായിട്ടെങ്കിലും നമ്മളെ ഒന്ന് കാണിക്കാം, നമ്മളെ സ്നേഹിക്കാം. എന്തുകൊണ്ടായിരിക്കും അവരൊക്കെ മുമ്പോട്ട് വരാത്തത്? എനിക്ക് അതിനെ കുറിച്ച് അറിയാം, അത് അവരോട് വെച്ചാൽ എപ്പോഴെങ്കിലും ഇപ്പം ഈ ഒരു ടൈമിൽ ഇപ്പോൾ മുരളിയേട്ടൻ ഭയങ്കരമായിട്ട് ഇതൊരു പ്രൂവ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് എന്നുള്ളൊരു വാശിയിൽ ഇറങ്ങിയൊരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഇവരൊന്നും കാണാൻ ഞാൻ എന്താ? ഞാനോ നമ്മൾ അന്ന് പോയപ്പോൾ കിട്ടിയ അനുഭവം ഇതാണ്. പിന്നെ അവരെ പോയി കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇതേ തമ്പി എന്ന് പറഞ്ഞ വ്യക്തിയുടെ വേറെ അനുഭവമാണ് ജസ്റ്റ് എന്ന് പറയാം. പറയൂ. നമ്മുടെ റഹ്മാനൊക്കെയില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ റഹ്മാനൊക്കെയും വേറെ 2 പേരും ചേർന്ന് ഈ കുണ്ടറ തമ്പി എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ ചെന്നു കാണാൻ. അപ്പൊ എന്റെ മൊബൈലിൽ തയ്ക്കുന്നുണ്ട് എന്റെ ഒരു ഫോട്ടോ. അവിടെ ചെന്ന് ഈ തമ്പി സാറിനോട് എല്ലാം ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ പുള്ളിയെ റിജക്ട് ചെയ്തു. ഞാൻ അങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. പിന്നെ ഒരു മുറുക്കാനൊക്കെ മുറുക്കി ഒരു പൂറ കൈലിയും പൂറ തോർത്ത് കൊടുത്ത് ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ തോന്നത്തില്ല, ഒരു മെലിഞ്ചൻ ഒരു പെണ്ണുമ്പിള്ള അവിടെ ഒരു കൊച്ചിനെയും കൂട്ടി ഇങ്ങനെ ഇരിക്കുന്ന, കൊച്ചിനൊക്കെ വൃത്തിയൊന്നും ഇല്ലാത്തൊരു കൊച്ചു എന്നെയാ പറയുന്നത്. അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്, അല്ലാതെ ഈ കാര്യങ്ങളൊന്നും ഒന്നുമില്ലെന്ന് ഇങ്ങനെ പറഞ്ഞു. അന്നേരം റഹ്മാനൊക്കെ എന്റെ ഫോട്ടോ എടുത്തിട്ട് അവിടെ കാണിച്ചു, സാറേ ഇതായിരുന്നു ആ പയ്യെന്ന് വെച്ച്. പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് തലയും കുഞ്ഞങ്ങി ഇരുന്നത് കുറേ നേരമായിട്ട് കുഞ്ഞിരിക്കും എന്റെ ഫോട്ടോ കണ്ടതിന് ശേഷം. അപ്പൊ റഹ്മാനൊക്കെ പറഞ്ഞു, സാറേ ഇപ്പൊ ഞങ്ങൾക്ക് സാറ് പറഞ്ഞത് കറക്റ്റ് ആയിട്ട് മനസ്സിലായി, അത് സത്യം തന്നെയാണ് സാറേ ഇവരൊന്നും കാണാൻ പോകേണ്ട ഒരു കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വിവാദം നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു DNA ഒരു പരാമർശം നടന്നു. DNA ടെസ്റ്റ് ധൈര്യം ഉണ്ടെങ്കിൽ നടത്തിക്കോ എന്ന് ധൈര്യത്തോടെ പറഞ്ഞിട്ടുണ്ടായി. ഇത് പറയുമ്പോൾ അവരൊക്കെ എന്താ പറയുന്നത്? അവര് എന്താ ഇപ്പൊ പറയുന്നത്? ഇപ്പൊ ലാസ്റ്റ് വന്നൊരു വാർത്ത എന്തുവാ, ഇനി ആവർത്തിച്ചാൽ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഒരു നിയമ നടപടി അവർ സ്വീകരിക്കുകയാണെങ്കിൽ അതിനെ ഭയക്കുന്നുണ്ടോ? കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. അവർക്ക് വേണം ഒരു ദിവസം ചെലവ് ഞാൻ കൊടുക്കും. ചെയ്തോ ഒരു ദിവസം ജോലിക്ക് പോയാൽ എനിക്കിപ്പോ കിട്ടുന്നത് 1200 ശമ്പളം. ഞാൻ അവർക്ക് 10,000 കൊടുക്കും, ഉറപ്പാ, ഗ്യാരണ്ടി. ഒരു ദിവസത്തേക്ക് 10,000 രൂപ അവർക്ക് വേണമെങ്കിൽ, വേണ്ടതിനെ വെച്ച് കിട്ടും നമ്മൾ കാര്യമില്ല. DNA കിറ്റ് എന്റെ കയ്യിലുണ്ട്, ഒന്നിനും പോകണ്ട, ഒറ്റ വാക്ക് ഞങ്ങൾ റെഡി. സ്പോട്ടിൽ നമ്മുടെ DNA കിറ്റ് കൊണ്ടുപോയി ആരൊക്കെയാണോ നമ്മുടെ കൂടെ വരുന്നത് അവരെ മുമ്പിൽ വെച്ച് എടുക്കും. തെളിവാണല്ലോ, അവരെ മുമ്പിൽ വായിക്കകത്ത് നിന്ന് മുമ്പിൽ അത് എടുക്കുക, അവരുടെ തമ്പ് എടുക്കുക, കവറി ഇടുക, പൈസ കൊടുക്കുക, DNA നമ്മൾ എടുക്കും, ഗ്യാരണ്ടി. അത്ര ആളോട് നമ്മൾ പറയുന്നത്. ഒന്നുകൂടി
ഇതിനകത്ത് എന്തുവാ ഈ ഉമിനീര് എന്ന് പറഞ്ഞ സാധനം അകത്തോട്ട് പോയാൽ ആഹാരം ദഹിക്കാൻ ഗുണമില്ല എന്ന് പറയുന്നു. അപ്പൊ അതിന് ഇച്ചിരി വിലയുണ്ട്. ഇത് തുപ്പി കളഞ്ഞാല് ഒരു വിലയില്ല, വെറും വേസ്റ്റ് അല്ലേ. അതൊന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ വ്യക്തികൾ അച്ഛന്റെ അനുജൻ ഉൾപ്പെടെ ആ കുടുംബാംഗങ്ങൾ മുഴുവൻ ജീവിച്ചതും ജീവിക്കുന്നതും ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരിലല്ലേ? സത്യസന്ധമായിട്ട് ചോദിച്ചാൽ ഈ ജയൻ എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ആരാ ജയൻ എന്ന് പറഞ്ഞ വ്യക്തി? ജയൻ എന്ന് പറഞ്ഞ വ്യക്തി ജയന്റെ അനുജനോ അനുജന്റെ മക്കൾക്കോ, അനുജനല്ല, അനുജനെ മാറ്റി, അനുജന്റെ സ്വന്തം ചേട്ടനല്ലോ, സ്വന്തം ഉണ്ടല്ലോ അവിടെ, എന്റെ സ്വന്തം ചേട്ടൻ പറയല്ലേ, എന്റെ ബന്ധു ചേട്ടൻ പറഞ്ഞില്ല. ഈ അനുജനുണ്ടായ മക്കള് ഇത് എന്റെ അച്ഛൻ ആരാ? ബന്ധുക്കളല്ലേ, സ്വന്തം മക്കളല്ല ഇല്ലേ? എന്റെ അച്ഛനല്ലേ പറയല്ല, ബന്ധുക്കളാണ്. ബന്ധുക്കൾക്ക് എന്താണ് ഇതിനകത്തൊരു കാര്യം? അദ്ദേഹത്തിനൊരു മകൻ ഉണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിഷയമില്ലെന്ന് പറയുമ്പോൾ പിന്നെ ഇവർക്ക് എന്താണ് വിഷയം? നിങ്ങൾ വരൂ, ദയവായിട്ട് വരൂ, ഒരു DNA എടുക്കും, നമുക്ക് നോക്കാം. എനിക്ക് എന്റെ അമ്മയെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഇന്നും പറയുന്നത്, ഞാൻ സിനിമാ നടൻ ജയന്റെ മകനാണ്. നിങ്ങൾ വരൂ, ദയവായി വരൂ. ഞാൻ പറഞ്ഞു, പലവട്ടവും പറഞ്ഞു, നിങ്ങൾ തൊഴിൽ വേണോ? ഞാൻ തൊഴിലുകളെ പറയാം, വാ മക്കളെ വിളിക്കണം. അത്ര ധൈര്യമായിട്ട് തന്നെയാണ് വിളിക്കുന്നത്. പിന്നെ ഓക്കെ, ഈ ഒരു 2000 കാലഘട്ടത്തിൽ ഈ ഒരു തരംഗം ഉണ്ടായപ്പോഴാണ്. 24 വർഷമായി. അതെ, 2001 ഞാൻ വരുന്നത്. ഈ ഒരു കാലഘട്ടത്തില് ഇത്രയും ആ ഒരു ജയൻ തരംഗം എന്ന് പറഞ്ഞാൽ കേരളം കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. കോളേജ് പിള്ളേർ വരെ ആ ഒരു ജന്മം എന്താണെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ആ ഒരു ട്രെൻഡിലാണ് ചേട്ടന്റെ വരവ്. അന്ന് എല്ലാവരും ഭയങ്കര വിമർശനങ്ങളായിരുന്നു. അന്ന് ഇത് ഫെയിമിന് വേണ്ടി മാത്രം ഇറങ്ങിയേക്ക് എന്ന് പറഞ്ഞിരുന്നത്. പല ആളുകളും ഇറങ്ങിയിട്ടുണ്ട് ഈ വിഷയത്തില്. ഇതിന്റെ സൈഡ് പറ്റി പല ആൾക്കാരും റീച്ച് ആയി. ഞങ്ങള് ജയന്റെ ബന്ധുക്കളാണ്, ജയൻ ഉപയോഗിച്ച ബൈക്ക് ഉപയോഗിച്ചവരുണ്ട്, അങ്ങനെ പല ആളുകൾ വന്നിട്ടുണ്ട്. എനിക്ക് 54 വയസ്സായിട്ടുണ്ട്. ഈ പറയുന്ന ടീമിനെ ഒന്നും ഞങ്ങളെ കൊല്ലം ജില്ലയിൽ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടില്ല. 54 വയസ്സുള്ള കൊല്ലത്ത് എന്റെ അച്ഛന്റെ വീട് ഞാൻ താമസിച്ചിട്ട് 1 കിലോമീറ്റർ പോലും ഇല്ല, നടന്നു പോകാൻ ദൂരമുള്ളൂ. അവിടെയൊക്കെ നമ്മൾ എപ്പോഴും അങ്ങോട്ട് ചെയ്യണം പോവുകയും, ഞാൻ ഇലക്ട്രീഷ്യൻ അല്ലേ, ഞാൻ അവിടെ ഒക്കെ ഉള്ള എല്ലാ വീടുകളിൽ പോവുകയും പണിയെടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പൊ അച്ഛന്റെ ബന്ധുക്കളെന്ന് പറയുന്നത് നടക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. അവിടെ 13 വയസ്സ് ഞാൻ അവിടെ താമസിക്കുമ്പോൾ ഇപ്പോൾ ഏതോ ഒരുത്തൻ എന്റെ ചെവുക്കല്ലടിച്ച് പൊട്ടിക്കും, ഇന്ന് ജയന്റെ മകനെന്ന് പറഞ്ഞ ഞാൻ ജയന്റെ വീടിനടുത്തായി. പക്ഷെ ഈ മണ്ടനാണ് എന്നറിയോ? ഈ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് 3 പേര്. ഒന്ന് ഒഫീഷ്യൽ നെയിം കൃഷ്ണൻ നായർ. ഇദ്ദേഹം ജനിച്ചത് കൊല്ലം കൊട്ടാരത്തിനകത്താണ്. അപ്പൊ കൊട്ടാരത്തിൽ ബേബി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ സിനിമയിൽ ജയൻ. അപ്പൊ ഓലക്കടവിൽ എന്റെ അച്ഛന്റെ ആ സ്ഥലത്ത് ആ വാർഡിൽ പിള്ളേരായാലും മുതിർന്നവരും വലിയൊരു ഒക്കെ വിളിക്കുന്നത് ബേബി എണ്ണ ബേബി എണ്ണ ബേബി ആയിട്ടാണ്. ബേബി എണ്ണ വിളിക്കുന്നത് അണ്ണ അണ്ണാന്ന് വിളിയാ, ചേട്ടൻ വിളി ഇപ്പഴാ വന്നെ. ഞങ്ങളുടെ വെച്ചേക്ക് അണ്ണ അണ്ണാന്ന് വിളിക്കുന്നത്. അപ്പൊ ബേബി എണ്ണ ഈ മണ്ടന് ഈ പറഞ്ഞ എന്റെ അച്ഛന്റെ യഥാർത്ഥ പേര് കൃഷ്ണനായരാണെന്നും ചെല്ല പേര് ബേബി എന്നുള്ള ഇത് അറിയത്തില്ല. ഇവൻ എന്നോട് പറയുന്നില്ല, നീ ജയന്റെ മകനാണെന്ന് പറയുമ്പോ, എന്നോടല്ല യൂട്യൂബിൽ പറയുന്നത്, എന്താ ജയൻ എന്ന പേരിന്റെ ആദ്യത്തെ അക്ഷരം ജെ നിന്റെ പേരിനോടൊപ്പം ഉണ്ടാകും. ഞാൻ ജസ്റ്റ് യാദൃശ്യമായിട്ട് കണ്ട എനിക്ക് ചിരി വന്നു. കാരണം ഈ പൊട്ടന് നമ്മുടെ ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ അത് പഠിച്ചു കാണാൻ പറയാം. പിന്നെ അവൻ വേറെ എന്തൊക്കെയോ പറഞ്ഞോണ്ട് നടക്കുന്നു, എനിക്കറിയില്ല. ഒരു ചെറിയ ഡൗട്ട് ചോദിക്കട്ടെ, ഇത് സാധ്യതകളാണ് ചോദിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വിശ്വാസം ആരോടാ? അമ്മയോടാണ്. സ്വയമായിട്ട് ഇപ്പൊ അമ്മ പറഞ്ഞ ആ വാക്കുകളാണ് നമ്മൾ ഏറ്റെടുത്തേക്കുന്നത്. അമ്മ പറഞ്ഞതാണ് ജയനാണ് നിന്റെ അച്ഛൻ, അപ്പം അത് വിശ്വസിച്ചിരിക്കുകയാണ്. സാധ്യതകൾ ഉണ്ടായിക്കാം, എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു നുണ പറഞ്ഞതാണെങ്കിലോ, അമ്മ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ സിറ്റുവേഷൻ കൊണ്ട് കേട്ടോ, നമ്മള് ഒരു വ്യക്തി അത് എന്റെ ആണെന്ന് പറയണമെങ്കിൽ അതിനകത്തൊരു ഒരു മറ്റെന്തെങ്കിലും ഒരു ആഗ്രഹമാണ്. സ്വത്ത് അല്ലേ? ഇപ്പൊ നിങ്ങൾ ഈ ചാനൽ ഇപ്പൊ വന്നല്ലേ, യൂട്യൂബ് വന്നെന്നാ, സോഷ്യൽ മീഡിയ വന്നെന്നാ, ഏഷ്യാനെറ്റ് വന്നെന്നാ, ദൂരദർശൻ വന്നെന്നാ. ഞാൻ കുഞ്ഞിലെ ഓർമ്മ വെച്ച കാലത്ത് എന്റെ അമ്മ, അന്ന് പത്രവും റേഡിയോ മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയ സൈസ് ഫ്ലാറ്റ് ബിൽഡിംഗ് ഒന്നും ഇല്ല. ഓലപ്പരയും പലകപ്പരയും ഓട്ട് വീടാണ്. അന്ന് ഓട്ട് വീടാണ് വലിയ വീട്. ഇച്ചിരിയും കൂടി വലിയ, അന്ന് കോടീശ്വരന്മാരില്ല, അന്ന് ലക്ഷപ്രഭുക്കളാണ്. മനസ്സിലല്ലേ? കോടീശ്വരന്മാർക്ക് പിന്നെ വന്നെയാണ്. അപ്പൊ അന്ന് ഈ ഇദ്ദേഹത്തിന്റെ സ്വത്തായിട്ട് പ്രത്യേകിച്ച് ഉള്ളതൊക്കെ ഇവരുടെ കയ്യിൽ. എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടേ നമുക്ക് അങ്ങനെ പറയണമെങ്കിൽ? വേണോ? വേണം. അല്ല, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഒരു സാധ്യത എപ്പോഴെങ്കിലും ഇനി ഈ DNA ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ എങ്ങാനും ഇനി ഫെയിൽ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ചിലപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയോ എന്തെങ്കിലും കാര്യത്തിന് എന്നോടൊരു നുണ പറഞ്ഞതാണെങ്കിലോ? എന്തിന് അല്ല, അങ്ങനെ സാധ്യത വന്നാൽ അല്ല, ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം. എന്നെ ഒരു സ്വന്തം മകനെ ആശ്വസിപ്പിക്കാൻ
എന്ന് പറയുമ്പോ ഞാൻ അവകാശം പറഞ്ഞുകൊണ്ട് നടക്കുന്നു ജയൻ എൻ്റെ അച്ഛനാണെന്ന്. അപ്പൊ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ നല്ലോണം ഇരുന്ന് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി ആഹാരം കഴിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും വൃത്തിയായിട്ടോ കൂട്ടിനൊക്കെ പോവാതിരിക്കാൻ വേണ്ടി അവിടെയാണ് ആശ്വാസമൊക്കെ പറയുന്നത്. മോനെ മോശം വേണ്ട, മോന്റെ അച്ഛൻ തന്നെയാണ് എന്ന് പറയുന്നത്. ഇത് അങ്ങനെ ഒന്നും ഞാൻ നടന്നിട്ടില്ല. ഓർമ്മ വെച്ച കാലത്ത് എന്നോട് പറഞ്ഞതും എല്ലാ വെള്ളിയാഴ്ചയും സിനിമ ഇറങ്ങാൻ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നു. കൊല്ലത്തുള്ള എല്ലാ ആളുകളും എന്നെ ജയന്റെ മകനാണ് കാണുന്നതും അറിയുന്നതും പറയുന്നതും ഒക്കെ. ഞാൻ ഈ വളർന്നു വന്ന സാഹചര്യം ഇതാണ്. പിന്നെ എന്റെ കോലം, എന്റെ രൂപവും അതേപോലെ തന്നെയാണ്. അതായത് മാറ്റങ്ങളില്ല. എന്റെ ഈ കൈ കാല് വിരലുകൾ, മുടിയില്ല, മുടി അദ്ദേഹത്തിന് നല്ല ചുരുണ്ട മുടിയാണ്. അതായത് അമ്മയുടെ മുടിയായിരിക്കും, എനിക്ക് നീളമുള്ള മുടിയാണ്. അപ്പം നമുക്ക് നമ്മളെ കാണുമ്പോഴും ഇല്ല. ഇനി അതിന്റെ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം, 2 ഉദാഹരണം പറഞ്ഞുതരാം. ഒന്ന്, ഞാൻ കല്യാണം കഴിച്ച് 2 മക്കളായി. അപ്പൊ വൈഫിന്റെ ചേട്ടന്റെ ഒരു വീടിന്റെ പാല് വെച്ചാണ് ഞങ്ങൾ അവരുടെ സ്ഥലത്ത് പോകുന്നു. കേരളപുരം കഴിഞ്ഞ സ്ഥലത്താണ്. അപ്പൊ നമ്മൾ ചെറിയ DVD ഒക്കെ ഞാൻ മേടിച്ചു വെച്ചാൽ, TV ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ തിരിച്ച് കുണ്ട്ര ജംഗ്ഷനിൽ വന്ന് ഇറങ്ങി. 2 ബസ് കയറി നമ്മുടെ നാട്ടിൽ വരാൻ പറ്റും. അപ്പൊ അവിടെ നിന്നുകൊണ്ട് അവിടെ CD ഇട്ട് വിൽക്കുന്നു. അപ്പൊ ഞാൻ ശരവഞ്ചരം, തടവറ ഇതൊക്കെ എങ്ങനെ നടന്നത്. അപ്പൊ ഞാൻ കാശ് കൊടുത്ത് 2 മേടിച്ച്, ഒരു ശരവഞ്ചരവും മേടിച്ച്, ഒരു തടവറയും മേടിച്ച്, 2-3 മേടിച്ചു. ഞാൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിറ്റേന്ന് രാത്രിയായി തുടങ്ങി. പിറ്റേന്ന് ഞാൻ മക്കളെ ഞാൻ വട സിനിമ കാണാന്ന് പറഞ്ഞ് പിടിച്ച് മോളെയും മോനെയും കൂടി പിടിച്ചിരുത്തി. ഞാൻ എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ ശരവഞ്ചരം എടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തു. അപ്പം ഞാൻ എന്നിട്ട് അകത്തോട്ട് പോയി എന്തോ ചെയ്തോണ്ടിരുന്നപ്പോൾ നമ്മുടെ അച്ഛൻ്റെ എൻട്രി ശരവഞ്ചരത്താണ്. കുതിരക്കാരനായിട്ട് ജോലി തേടി വരുന്ന സമയം. അന്നേരം ഇവൻ എന്റെ അച്ഛാ 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 ഓടി വച്ചാ, ആ അച്ഛനെ പോലെ ആളതാ വരുന്ന അച്ഛാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞാ അത് എന്റെ അച്ഛന്. അയ്യോ, അച്ഛൻ സിനിമ നടനാണോ? ഞാൻ പറഞ്ഞു ആണോ, ഇതാണ് മരിച്ചുപോയ നടൻ ജയൻ, എന്റെ അപ്പൂപ്പൻ, എന്റെ അച്ഛനായത്. അയ്യോ ആണോ അച്ഛന്ന് പറഞ്ഞു ഇരുന്നിട്ട് ഇയാൾ TV കണ്ടിരുന്നിട്ട് കുതിരയ്ക്ക് എണ്ണ ഇടുന്ന ഭാഗം ഇങ്ങോട്ട് വന്നു. ഇയാൾ ആ എണ്ണ ഇടുന്ന ഭാഗം ഇയാൾ ചാടി അങ്ങോട്ട് ഇടിച്ചിട്ട് നിക്കർ ഊരിയും കളഞ്ഞു. എന്റെ മോൻ നിക്കർ ഊരിയും കളഞ്ഞു. എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ദേഹം മൊത്തമാണ് തേച്ചുകൊണ്ട് മരത്തിനകത്ത് പോയി ഭയങ്കര എണ്ണയായിരുന്നു. ഇയാളെ എണ്ണ ഇടും. അച്ഛൻ എണ്ണ ഇടുന്ന കണ്ടിട്ട് ഇയാൾ കുതിരയാണെങ്കിൽ മാവിലെ ഒരു മാവ് അത് സങ്കല്പിച്ചു ഇയാളെ കൊണ്ടെങ്കിൽ എണ്ണ ഇടുക. അതിന്റെ മൊബൈലൊന്നും വല്ലാത്തൊന്നുമില്ല. ഞാൻ അവിടെ കിടന്ന് ചിരിയോട് ചിരി. അത് കഴിഞ്ഞ് തടവറ ഇട്ട് കൊടുത്തു. തടവറ നമ്മുടെ അച്ഛൻ ആ കുതിരപ്പുറത്ത് ഭയങ്കര ഷോയാണ്. പുള്ളി ആ ഒരു വരക്കം കണ്ടപ്പോഴത്തേക്ക് ഇയാൾക്ക് അന്നേരം കുതിരയെ വേണം. നമുക്ക് ബാങ്ക് ബാലൻസ് പോലും എത്തി. ഇയാളുടെ വിശ്വാസം ഞാൻ ജോലി ചെയ്ത പൈസയൊക്കെ ഇങ്ങനെ ബാങ്കിൽ കൊണ്ടിരുന്നു. അച്ഛൻ അഭിരാമി പറഞ്ഞ മൂത്ത നമ്മുടെ പേര് അഭിരാമിയെ കല്യാണം കഴിക്കാൻ വെച്ചിരുന്ന പൈസ എനിക്ക് ഒരു കുതിര എടുത്ത് ഞാൻ പറഞ്ഞു മോനെ കുതിര എടുത്തരാം, അച്ഛൻ കുതിര എടുത്ത് തരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഞങ്ങൾ മാവിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കുതിര ഓട്ടിപ്പോൾ മേളകത്ത് ആ കുഞ്ഞു മനസ്സിനെ പോലും എന്റെ അച്ഛന്റെ കണ്ടപ്പം ജയനെ പോലെ തോന്നിയെങ്കിൽ അപ്പൊ പിള്ളേർക്ക് അപ്പൊ നേരത്തെ പറഞ്ഞു കൊടുക്കാൻ ഇതാണ് അപ്പൂപ്പൻ ഒരു സിനിമ കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഇങ്ങനെ പിള്ളേർ അപ്പൂപ്പനെ ചോദിച്ചിട്ടില്ലേ? ഇല്ല, ചോദിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ വീട്ടിൽ അപ്പൂപ്പൻ അമ്മൂമ്മയൊന്നും ഇല്ലല്ലോ. അമ്മൂമ്മ ഇല്ലാത്ത പിള്ളേർ അപ്പൂപ്പൻ അമ്മൂമ്മ അറിയാൻ പറ്റും. അവര് ചോദിച്ചിട്ടുണ്ടാവില്ലോ പിള്ളേര് വളരുമ്പോ ചോദിക്കുമല്ലോ. അങ്ങനെ അല്ല, അവർക്ക് അങ്ങനെ ഒരു ജന്മം നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി അവർക്ക് അറിയത്തില്ല. അവർക്ക് അറിയാവുന്നത് അച്ഛനും അമ്മയും. ഇപ്പൊ എനിക്ക് അച്ഛൻ മരണപ്പെട്ടിട്ട് പോലും ഞാൻ വലിയ സംഭവമായിട്ടൊന്നും കണ്ടില്ല. കാര്യം അച്ഛന്റെ കൂടെ വളർന്നിട്ടില്ല. വ്യക്തിയുടെ കൂടെ വളരുമ്പോഴേ നമുക്ക് ഞാൻ സ്കൂളിൽ കൊടുത്തപ്പോ അമ്മ പറഞ്ഞ പോലെ അച്ഛൻ മരിച്ചു പോയി. ഇപ്പൊ അച്ഛൻ്റെതായിട്ടുള്ള എന്തെങ്കിലും അവശേഷിപ്പ് എന്തെങ്കിലും അമ്മയുടെ കയ്യിലുണ്ടായിരുന്നോ? അങ്ങനെ ഇദ്ദേഹം അമ്മ ആ വീട്ടിൽ നിൽക്കുമ്പോ ഇദ്ദേഹം നേവി ഓഫീസറാണല്ലോ. അതെ. പിന്നെയല്ലേ ഇദ്ദേഹം സിനിമ നടനാവുന്നത്. ചെറിയ ചെറിയ വേഷങ്ങളിലേ ചെയ്തിട്ട് കൊണ്ട് പോകുന്നുള്ളൂ. അല്ല വലിയ ഇദ്ദേഹം കളക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവര് ഈ പറയുന്ന ആളുകള് ഈ അമ്മയൊക്കെ മോശമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഈ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ പെണ്ണുമ്പിള്ളേ ഉള്ളോ? അപ്പൊ അമ്മയുടെ ഭയങ്കര വയസ്സായ ഫോട്ടോ കണ്ടാണ് ഈ ആളുകള് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അപ്പൊ എന്റെ അമ്മയുടെ ഒരു ചെറുപ്പകാലത്തെ ഫോട്ടോ ഇവരാരും കണ്ടിട്ടില്ല. എന്റെ അമ്മയെ ചെറുപ്പകാലത്ത് ഞാൻ ഇവരാരും കണ്ടിട്ടില്ല. ഞാനുണ്ട്. എന്റെ അമ്മയ്ക്ക് നല്ല ഒത്ത വണ്ണം, കൈലി, ശംഖുമാർക്ക് കൈലി അമ്മ കൊടുക്കും. കുറഞ്ഞ കൈലി ഒന്നും അമ്മയ്ക്ക് ഇഷ്ടമാണ്. അന്ന് ശംഖുമാർക്ക് തന്നെ ഭയങ്കര വില കൂടിയ ഭയങ്കര ഫേമസ് കൈലിയാണ് എന്റെ കൊച്ചിലെ. ഇത് തോർത്ത് പിന്നെ വലിയ നമ്മുടെ കവിയൂർ പനമ്മ ഇടുന്ന പോലെ വലിയ ചുവന്ന പൊട്ട് അമ്മയ്ക്ക് സ്ഥിരമാണ്. പിന്നെ മുറുക്കാനൊക്കെ മാറും. അപ്പം അത് വേറൊരു സൗന്ദര്യം. ആ കവിയൂർ പനമ്മയൊക്കെ വരുന്ന കാണുന്നില്ല, നമ്മൾ ഭയങ്കര ലുക്ക് സ്റ്റൈലിൽ വരുന്നത്. ഇവന്മാർ ഈ വയസ്സായ മരിക്കാറായി കിടക്കുന്ന ഫോട്ടോ കണ്ടിട്ട് ജയൻ എന്ന് പറഞ്ഞാൽ എന്റെ 41 വയസ്സുള്ള എന്റെ അച്ഛന്റെ സൗന്ദര്യത്തെ വെച്ചോണ്ട് എന്റെ അമ്മയന്മാര് അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്റെ അമ്മ ആ വീട്ടില് 16 വർഷത്തെ സേവനമാണ്. എന്റെ അമ്മയ്ക്ക് ആ വീട്ടിൽ ജോലിക്കാരിയല്ല, സേവനമാണ്. സേവനം എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്താ ശമ്പളം വാങ്ങിക്കാതെ വേതനം മേടിക്കാതെ സഹായിക്കുന്നതിനാണ് നമ്മൾ
സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഞാൻ 30 കൊല്ലം കേരള സർക്കാരിന് വേണ്ടി സേവനം ചെയ്ത് ശമ്പളം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സേവനമല്ല. അമ്മ എങ്ങനെയാ അവിടെ വന്നത്? അമ്മ ആദ്യമേ ഒരു തീപ്പെട്ടി കമ്പനി ഫോർമാനെ രാമകൃഷ്ണൻ ആചാര്യ കല്യാണം കഴിക്കുന്നു. അവർ തമ്മിലുണ്ടാവുന്ന ചില വിഷയങ്ങൾ പിന്നെ ഒരുപാട് ചാലി പറഞ്ഞു പെട്ടെന്ന് പറയാം. അവരായിട്ട് ക്രാഷ് ആവുന്ന ഒരു ബന്ധം കളയുന്നു. ശേഷം ഈ തീപ്പെട്ടി കമ്പനി ജോലിക്ക് വന്നു. അപ്പൊ എന്റെ അച്ഛന്റെ അമ്മ ഭാരതീയമ്മയും സോമനായരും ഇപ്പം കൊല്ലം ജില്ലയിലെ സിറ്റി പോലീസ് കമ്മീഷൻ താമസിക്കുന്ന കൊല്ലം കൊട്ടാരത്തിന് ഇപ്പുറത്ത് ഒരു പുറമ്പോക്കിൽ ഒരു വീട് താമസിക്കുന്നു. അവിടെ വരെയുള്ള ബസ്, അവിടെ ഒന്ന് പാലില്ല, തേവളി പാലില്ല. അപ്പൊ അവിടെ വരും ബസ്, അവിടെ ഇറങ്ങും, പിന്നെ കടത്താം. അമ്മ പിന്നെ ബസ് അവിടെ റെസ്റ്റ് എടുക്കും പോകും. അങ്ങനെ ബസ്സുകാരൻ സമയത്ത് ഇങ്ങനെ പരിചയപ്പെടുന്നു, അവരുടെ അവസ്ഥ പറയുന്നു. അതിൽ അമ്മയ്ക്ക് മനോവിഷമം തോന്നുന്നു. അമ്മ അവരെ സഹായിക്കുന്നു. 18 വർഷം ആ വീട്ടിൽ പോവും വരും അവർക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അമ്മയ്ക്ക് ആപ്പടെ ഒരു മോനുണ്ട്. ചിലർ പറയുന്നത് എന്റെ മൂത്ത ചേട്ടക്കാരെ സ്വന്തം തള്ള എവിടെ കൊണ്ട് കളഞ്ഞു. എവിടെ കൊണ്ടല്ല, അമ്മയുടെ മൂത്ത ചേച്ചി കൊല്ലം കരുനാഗപ്പള്ളി കോഴിക്കോട് അവിടെ താമസിക്കുന്നത്. അവിടെ കൊണ്ട് നിർത്തി പഠിപ്പിക്കാൻ. അവിടെ സുരക്ഷിതമായിട്ട് പഠിച്ചു. പിന്നെ വേറെ ആരും ഇല്ല. പിന്നെ കിട്ടുന്ന പൈസക്ക് ഇവർക്ക് കൊടുക്കും, കുറച്ച് ലായം കൊണ്ട് കൊടുക്കും. അതിന് കൊടുക്കണമെന്നില്ല. അവിടെ മൂത്ത വലിച്ച് അവിടെ ഭയങ്കര പണിയും കാര്യങ്ങളും കൊല്ലപ്പണിയാണ്. പണിയും പൈസയുള്ള ആൾക്കാരാണ്. അത് ഭയങ്കര റിച്ചാണ്. അപ്പൊ അങ്ങനെ പോകുന്ന അവ ഇവരെ സഹായിക്കുന്നു. പിന്നെ 8 വർഷം ഭാരതീയമ്മ സ്വന്തം മകളെ പോലെ എന്റെ അമ്മയെ ജയന്റെ വീട് എന്നറിയപ്പെടുന്ന ആ ഓട്ട വീട്ടിൽ പിടിച്ചു നിർത്തി. ഒരു മനുഷ്യന് ഒരു സ്ത്രീയോട് ഒരു ഇഷ്ടം തോന്നണമെങ്കിൽ ആ സ്ത്രീ ഏത് തരത്തിൽപ്പെട്ട വ്യക്തിയെന്ന് മനസ്സിലാക്കിയ ശേഷമേ നല്ല പുരുഷന്മാര് ഒരു ജീവിതമോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാനോ കഴിയില്ലേ. നമ്മൾ പെണ്ണ് കെട്ടാൻ പോകുമ്പോൾ ഇപ്പോഴും ഉണ്ടല്ലോ, പെണ്ണ് നല്ലതാണോ, പ്രേമം ഉണ്ടായിരുന്നോ, ചെറുക്കൻ കഞ്ചാവാണോ, മയക്കുമരുന്ന് അന്വേഷിക്കാറില്ലേ. അപ്പൊ നമ്മളെന്തിനാ ചെയ്യുന്നേ? നമ്മുടെ കൂടെ വരുന്ന ജീവിക്കാൻ പറ്റുന്ന വ്യക്തി നല്ല ആകണമെന്ന് ചിന്ത കൊണ്ടില്ലേ. അമ്മ 8 വർഷം ആ വീട്ടിനകത്ത് ഒരു സേവനം പോലെ നിന്നു, സഹായത്തിനായിട്ട് നമ്മൾ നിന്നപ്പോ ഈ 8 വർഷം കൊണ്ട് എന്റെ അച്ഛൻ അമ്മയെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊരു നല്ല സ്ത്രീയാണ്, മോശപ്പെട്ട സ്ത്രീയെ അല്ല. മോശമായ ഒരു അവസ്ഥ എന്റെ അമ്മ ആ വീട്ടിലെ വേറെ ആരും കണ്ടിട്ടില്ല. അമ്മ മോശമായിട്ടൊന്നും പോയിട്ടില്ല. അവിടെ തന്നെ ഭാരതീയമ്മയുടെ കൂടെ തന്നെ. അന്ന് ഭാരതീയമ്മയുടെ അമ്മ നമ്മുടെ അച്ഛന്റെ കാറുണ്ട്. കാരണത്ത് എന്റെ അമ്മ ഭാരതീയമ്മ എന്റെ അമ്മയും കൊണ്ട് അവരെ വീട്ടിൽ പോകുമ്പോ ഞങ്ങളുടെ അമ്മയുടെ വീട്ടുകാരൊക്കെ വീട്ടിൽ കയറും. എന്നിട്ട് പറയും, താണ്ട തങ്കമ്മ എന്റെ കൂടെ ഉണ്ടേ, നിങ്ങൾ ആരും വിഷമിക്കണ്ട, എപ്പോ കാണുമെന്ന് പറഞ്ഞാൽ കണ്ടു. ആളെ വിട്ടിട്ട് നമ്മൾ അറിയിക്കുന്നത്. അന്ന് നടന്നു പോകുന്ന ആൾക്കാരാണ്. നടന്നു അവിടെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന്. അപ്പം ഈ 8 വർഷം എന്റെ അമ്മ ആ വീട്ടിൽ നിന്നിട്ട് അമ്മയുടെ ഒരു മോശമായ ഒരു പ്രവൃത്തി ദോഷങ്ങളോ മറ്റു കാര്യങ്ങളോ ഈ ജയൻ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെ ഇഷ്ടപ്പെട്ടായിരിക്കാം അദ്ദേഹത്തിന് അമ്മയോടൊരു ഇഷ്ടം. അതും മാത്രമല്ല, ആ കുടുംബത്തെ സഹായിച്ച സ്ത്രീ എന്ന നിലയിൽ അച്ഛന് ഒരു ഇഷ്ടം തോന്നുകയും, അത് കൃഷ്ണനായിരിക്കാം, ജയനല്ല. ജയൻ ഇഷ്ടപ്പെട്ടില്ല, കൃഷ്ണനായർ മുമ്പ് ഇഷ്ടപ്പെടുകയും ജീവിതം കൊടുത്തോട്ടെ എന്ന് സ്വന്തം അമ്മയോട് ചോദിച്ചു. അതിൽ ഇങ്ങനെ ഞാൻ ജനിച്ചു. അപ്പൊ ഒരു കല്യാണമായിട്ട് എന്താ? കല്യാണം നടന്നില്ല. അതെന്ത് അങ്ങനെയല്ലേ നമ്മൾ പോകണ്ടേ കറക്റ്റ് ആയിട്ട്? കാരണം ജയൻ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസറാണ്, ഒരു അത്രയും ആളുകളായിട്ട് ബന്ധമുള്ള ആളാണ്. കല്യാണം കഴിക്കാനൊക്കെ ഉള്ള തീരുമാനമായി എടുത്തു. പക്ഷെ ആ സാഹചര്യത്തിൽ പിന്നീട് ഉണ്ടാവുന്ന മനസ്സിലുണ്ടാവുന്ന ചിന്തകൾ വേറാവൂല. 8 വർഷം വരെ അവിടെ നിന്നപ്പോ എന്റെ അമ്മ ഉണ്ട്, മോനെ ഒരു മോശമായ രീതിയിൽ പോലും മോനെ എന്നോട് നോക്കുകയോ ഒരു അനാവശ്യ വാക്ക് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ എന്താണ്, ഇത്രയും സ്ത്രീകൾ എന്താണ് ഇദ്ദേഹത്തെ ആരാധിക്കുന്നറിയോ? അദ്ദേഹത്തിന് മസിൽ കണ്ടില്ല. അദ്ദേഹത്തിന്റെ മസിലുള്ള നടന്മാരിപ്പോ ഇല്ലേ? മുഴുവൻ പീസ് മസിലുള്ള നടന്മാരില്ലേ? ജനം എന്ന വ്യക്തിയെ ആൾക്കാർ സ്നേഹിക്കുന്നതിന്റെ കാരണം പ്രധാനം അദ്ദേഹം സ്ത്രീകളോട് കൊടുത്ത ആദരവാണ്. എൻ്റെ ഒരു ഡൗട്ട്, ഇപ്പം പലരുടെ ഉള്ളിലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്, ഡൗട്ടുകളാണ്. ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ ശരിക്കും ജയൻ സാറിന്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു അബദ്ധമാണ്. കാരണം മീൻസ് അല്ലെങ്കിൽ പബ്ലിക്കിലെ ആളുകളെ അല്ല, ഞാൻ പറയട്ടെ, ജയൻ സാറിന്റെ കാലഘട്ടം കഴിഞ്ഞാലും ഈ എൻ്റെ ഭാര്യയ്ക്കും കുട്ടിക്കും ഒരു ലൈഫ് വേണം. അത് ആര് ചിന്തിക്കും? അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഞാനൊരു ഒഫീഷ്യലി കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിൽ ഒരു ഭാര്യ, പെൺകുട്ടി, നാട്ടുകാരോട് എല്ലാവരും അറിയിക്കുക, ഇത് ഒരു സാധാരണ ഒരാണ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും നമ്മൾ ഈ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അച്ഛനും ഈ അമ്മയും ചെയ്ത പ്രവൃത്തി ദോഷത്തിന്റെ അങ്ങനെ ആവാം. അപ്പൊ അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഒരു അബദ്ധമാണത്. കാരണം ഒരു അങ്ങനെ എല്ലാവരും ട്രീറ്റ് ചെയ്യണ്ട. അബദ്ധമല്ല, മോഹൻലാൽ ലാലേട്ടൻ എന്ന് പറഞ്ഞ ഇനി ഞാൻ അറിഞ്ഞുകൊണ്ട് അബദ്ധം ചെയ്യുന്ന പറഞ്ഞല്ലേ, അല്ലേ? അബദ്ധം 2 തരത്തിലും ചെയ്യാം, അറിഞ്ഞും ചെയ്യാം, അറിയാതെയും ചെയ്യാം. ഇത് അച്ഛൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്താണല്ലോ. ഇത്രയും ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം അത് സൂക്ഷിക്കണമായിരുന്നു. കാരണം എന്റെ കാലഘട്ടം കുഴപ്പമല്ല. ഒരിക്കലും ഞാൻ എന്റെ അച്ഛനെ കുറ്റം പറയൂല. അല്ല, ഞാനത് കുറ്റം പറയല്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാരും പറയുന്നു, ചില ആൾക്കാർ പറഞ്ഞു ജയൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു മഹാവൃത്തികെട്ട മനുഷ്യനെ, ഇങ്ങനെ ഒരു മനുഷ്യ കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് ആ കുഞ്ഞ് കിടന്ന് അനുഭവിക്കുന്ന കണ്ടു. ഈ സംസാരങ്ങൾ ഇപ്പൊ പുറകിൽ വരുന്നില്ലേ? അപ്പോ ജയൻ സാറിന്റെ വീട്ടുകാർ ഇപ്പൊ ഉണ്ടാക്കുന്ന ഈ പല പ്രശ്നങ്ങളും ഇനി ഇത് പ്രൂവ് ചെയ്തില്ലെങ്കിൽ, ഇത് വളരെ കറക്റ്റായിട്ട് പ്രൂവ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ട കാര്യം. ഇല്ലെങ്കിൽ ഇത് നുണയാണോ ശരിയാണോ എന്ന് അറിയുന്നത് വരെ ഈ ജയൻ സാറിന്റെ വീട്ടുകാർ മുഴുവൻ പ്രതിസ്ഥാനത്താണ്. കാരണം ഇപ്പം എൻ്റെ അച്ഛൻ്റെ ആളുകളെല്ലാം പ്രതിസ്ഥാനത്ത് നിന്ന് നാണം കെടുകയാണ്. അതെ,
അപ്പൊ അതിന് കറക്റ്റായിട്ട് നമ്മളിത് പ്രൂവ് ചെയ്താൽ ഇത് അവരുടെ ആവശ്യമാണ്, ഇപ്പുറത്തുള്ളവരുടെ ആവശ്യമാണ്. അവർക്ക് ഇത് ആവശ്യമില്ല. പക്ഷെ അവര് നാണം കിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും സമൂഹത്തിൽ നമ്മൾ നാണം കിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നാണവും മാനവും കെട്ട് തലയിൽ മുണ്ടും ഇട്ടുകൊണ്ട് നടക്കുന്ന വേണമെങ്കിൽ പറയാം. പക്ഷെ അവർക്ക് ഇത് തെളിയിക്കേണ്ട ആവശ്യം അവർക്കില്ല. അവർക്ക് ആവശ്യം അവരുടെ അച്ഛന്റെ പേരല്ല, സോമൻ നായർ എന്ന പേര് ഈ കുട്ടികൾ ആരും എങ്ങും പറയുന്നത് ഞാൻ കേട്ടില്ല. ഇവരെപ്പോ പറഞ്ഞാലും പറയുന്നത് ഞങ്ങൾ ഇന്ന ആള്. ഇപ്പൊ ആദിത്യൻ, ഞാൻ ആദിത്യൻ, ഞാൻ മരിച്ചുപോയ നടൻ ജയൻ, അനുശന നടൻ, അല്ലെങ്കിൽ ജയന്റെ അനുജന്റെ മകനാണ്. അപ്പൊ ഞാൻ ചോദിക്കും ഏത് അനുജന്റെ മകൻ, ഏത് അനുജന്റെ മകൻ എന്ന് പറയണം അല്ലേ? ഞാൻ പറയുന്നത് ഞാൻ ജയന്റെ മകൻ എന്ന് പറയുന്നത്. അത് പറയാൻ അവർക്ക് പറ്റില്ല, അവർ പറയില്ല. അതെന്താന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. അവർ പറയുന്നതെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ തന്നെ ഈ പെൺകൊച്ച് ഇപ്പം പറഞ്ഞില്ലേ കേസ് കൊടുക്കുന്നു പറഞ്ഞു, ആ കൊച്ചു പോലും ഞങ്ങൾ പറഞ്ഞാൽ കേട്ടില്ല. ഇപ്പൊ ഒരു കൊച്ചിന്റെ വീഡിയോ ഞാൻ കണ്ടു, പേര് പറയുന്ന പറഞ്ഞു, അതുകൊണ്ട് അങ്ങനെ കൊച്ചെന്ന് പറയുന്നത്. അപ്പൊ ആ കൊച്ചു പോലും പറയുന്നത് ഞാൻ ജയന്റെ അനുജന്റെ ഇങ്ങനെ അങ്ങനെയാണ്. സ്വന്തം അച്ഛൻ ആരാണെന്ന് ചങ്കുറപ്പോടെ പറയാൻ പറ്റണം. അതാരായിക്കോട്ടെ, ചിലപ്പോൾ ഒരു ക്രിമിനൽ ആയിരിക്കാം. ആ ക്രിമിനൽ ആവുന്നതിന് ആ സാഹചര്യം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചാലേ പറ്റൂല്ലേ. തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡൗട്ടിൻ്റെ കാര്യം പറഞ്ഞു. ആ ഒരു ഡൗട്ട് നമുക്ക് നേരിട്ട് ഇതുവരെ പ്രൂവ് ചെയ്യാത്ത പക്ഷം എവിടെയും ഉത്തരങ്ങൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. നമുക്ക് ഏറ്റെടുത്തു. ഇതൊക്കെ നമ്മൾ പറയുന്നതിലാണ് ജനം ഏറ്റെടുത്തേക്കുന്നത്. ഞാൻ പറയുന്നത് ഏറ്റവും അടുത്ത് ജയൻ സാറായിട്ട് ഏറ്റവും അടുത്തുള്ള കൂട്ടുകാരൻ പോലും ഒന്നും പറഞ്ഞിട്ടില്ല ഇത് സത്യമാണ്, ഇദ്ദേഹം പറഞ്ഞ മുരളി പറയുന്നത് സത്യമെന്ന് പറഞ്ഞിട്ടില്ല. അത് പറയാത്ത പക്ഷം പറഞ്ഞല്ലോ, ശ്രീകുമാർ തമ്പി പറഞ്ഞല്ലോ, ജയൻ ഒരു മകനുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊരു അടഞ്ഞ അധ്യായമാണ്. അത് അടച്ചു വെച്ചാലേ തുറക്കാൻ പോലും നമുക്ക് ആവശ്യം ജയനെയാണ്. ജനാർദ്ദനൻ സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ജയൻ കല്യാണം കഴിക്കാത്തതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവനൊരു കാര്യം എന്നോട് പറഞ്ഞു. അപ്പം മരണപ്പെട്ടു പോയതുകൊണ്ട് ഇനി ആ കാര്യം ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇത്രേ ഉള്ളൂ, അവന്റെ വീട്ടിൽ നടന്ന ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അവന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. എന്താണ് സംഭവം? ഇതല്ലേ ഉള്ളൂ സംഭവം. ജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് പെങ്ങന്മാരില്ലല്ലോ. അതിലത്തുള്ള വീട്ടിൽ ഏതെങ്കിലും പയ്യൻ കയറി പിഴപ്പിച്ചോ അല്ലെങ്കിൽ പ്രണയിച്ചോ അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം ഉണ്ടായി, അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അവിടെ 2 ആണുങ്ങളും ഉണ്ടായിരുന്നു, ഒന്ന് ജയനും സോമൻ നായരും. കൃഷ്ണൻ നായരും സോമൻ നായരും, ജയനല്ല കൃഷ്ണൻ നായരും. അവിടെ 3ാമത്തെ ഒരാളായിട്ട് വന്നത് ഞാനാണ്, അമ്മ ഭാരതിയമ്മ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾ പറയുന്നു. ആ പ്രശ്നവും ജനാർദ്ദനൻ സാറ് പറഞ്ഞ പ്രശ്നമാകുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. അത് ഈ പ്രശ്നം തന്നെ ആവാം. ഇത് അവിടത്തുള്ള ആളുകളും പറയുന്നുണ്ട്. അമ്മ അവിടെ ചെന്നതും സത്യഗ്രഹിക്കുന്നതും പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ പറയുന്നുണ്ട്. പോലീസ് കേസ് ആയതും കോടതി ഇതൊക്കെ ആയിപ്പോഴുണ്ട്. അപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ട്. എന്താണ് ആ സംഭവം? ഈ സംഭവമാണ്. നിങ്ങൾ വരൂ, നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ തൊഴുതുകൊണ്ട് പറയുകയാണ്, എപ്പോഴും പറയാം മക്കൾ, ജനങ്ങളോട് പറയാം, നിങ്ങൾ ഇതിന് ഇറങ്ങിത്തിരിച്ച് ഇത് സത്യം ഇത് തെളിയിച്ച് തരണം. ജനം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തെളിയിക്കണം ഭയങ്കരമായിട്ട് മുരളിയേട്ടന് ആഗ്രഹമുണ്ട്, ഇപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്തുകൊണ്ട്? ഇപ്പം ജനങ്ങൾക്ക്, എനിക്ക് എൻ്റെ അച്ഛന് എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് എൻ്റെ അച്ഛൻ്റെ പേര് വരുന്നതിനെക്കാട്ടി ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം ജനങ്ങൾക്ക് മുരളി ജയൻ ഞങ്ങളുടെ ജയൻ സാറിൻ്റെ മകനാണെന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞിരിക്കുക. ജനം ഇളകി നിൽക്കുവാണ്. എന്നെ എപ്പോഴും അത്ര പേരാണെന്നറിയാം കോൾ വരുന്നത്. ഞങ്ങളുണ്ട് മുരളിച്ചേട്ടാ, ഞങ്ങളുണ്ട് മുരളി. ഇന്നലെ വന്ന അമേരിക്കയിൽ നിന്ന് ഒരു ചേച്ചി വിളിച്ചു എന്നെ വിളിച്ച്. ഇന്നലെ അവിടുത്തെ ആ ചേച്ചിക്ക് രാത്രി 10:30. ആ സമയത്ത് ആ ചേച്ചി എന്നെ വിളിച്ച്. എനിക്ക് നമ്മുടെ രാവിലെ ഇവിടെ 8:30 വിളിച്ചു വെച്ച് എൻ്റെ അടുത്ത് സമാധാനപ്പെടുത്തുകയാണ്, വിഷമിക്കരുത്, ഞങ്ങളുണ്ട് കൂടെ. ഓക്കെ മുരളിയേട്ടാ, ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഈ പറയുന്ന പോലെ അത് തെളിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു അച്ഛൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു മകൻ ഇറങ്ങി നടക്കാൻ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സത്യസന്ധമാണോ അല്ലേന്ന് അറിയുന്നത് വരെ ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അനശ്വരനായ ഒരു നടനാണ്, ജയനാണ്. അല്ല ഞാൻ ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ. ഒരു അനശ്വരനായ നടനാണ് ജയൻ എന്ന് പറഞ്ഞാൽ. ഒരുപാട് മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത, ഓരോ വർഷം കഴിയുമ്പോൾ ആ ട്രെൻഡ് പൊക്കിക്കൊണ്ടുവരുന്ന ഒരു വലിയൊരു നടനാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം മുരളിയേട്ടൻ എൻ്റെ അച്ഛനാണെന്ന് പറയുമ്പോഴും ആൾക്കാർക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നൽ വരും, എന്തുകൊണ്ട് ജയൻ ഒഫീഷ്യലി അന്ന് കല്യാണം കഴിച്ചില്ല, അങ്ങനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ മകനിപ്പോൾ ഇങ്ങനെ നടക്കേണ്ടി വരുമായിരുന്നു, ഇത്രയും മാധ്യമങ്ങളിൽ വന്നിട്ട് സംസാരിക്കേണ്ടി വരുമായിരുന്നു. ഇതൊക്കെ ചോദ്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, അദ്ദേഹം എൻ്റെ അമ്മയുടെ പുറകിന് നടന്നതാണ്. തങ്കമ്മ ആരെന്ത് വേണേൽ പറഞ്ഞോട്ടെ, എൻ്റെ കുഞ്ഞ് വാ, നമ്മുടെ കൂടെ വാ, പോകല്ലേ. അമ്മയെ അത്ര ഇഷ്ടമായിരുന്നു അവർക്കെല്ലാം. 8 വർഷം 16 വർഷം 8 വർഷം എന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമില്ല, മനസ്സിലായില്ലേ? ആ ബന്ധമൊന്നും ഒരിക്കലും കളയാൻ പറ്റുമോ? കളയാൻ പറ്റും. നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ സ്കൂൾ ബാല്യകാല സുഹൃത്തിനെ എടുത്ത് കളയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളെ 2 അടി അടിച്ചാലും നമുക്ക് കളയില്ല. കാര്യം നമ്മുടെ ആത്മബന്ധം എത്ര ആയിരിക്കും. നമ്മൾ പുറകിനകത്തുണ്ട്, സോമൻ നായരും എൻ്റെ അച്ഛനും പുറമുണ്ട്. വാ കയറി, വണ്ടി കയറി, നമുക്ക് പോവാം, വണ്ടി കയറി നമ്മുടെ വീട്ടിൽ പോവാം. എന്നിട്ട് കുമാരേട്ടൻ എന്ന് പറഞ്ഞ് വേണ്ട പുള്ളിയെടുത്ത് പറഞ്ഞ് തങ്കമ്മയോട് പറ, ഒരു 5 സെൻറ്റ് സ്ഥലവും വീടും മേടിച്ചു കൊടുക്കാം, അവിടെ വന്ന് താമസിക്കാൻ പറയാം. അപ്പോൾ എനിക്ക് അവിടെ വരാമല്ലോ. എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ നടക്കല്ലേ, വാടക വീട്ടിൽ പോകില്ലെന്ന് പറയാം. എൻ്റെ കുഞ്ഞിനെ എനിക്ക് പഠിപ്പിക്കണം, എനിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അമ്മ
പോകത്തില്ല. അമ്മയുടെ തീരുമാനം അതായിരുന്നു. കാര്യം അമ്മയ്ക്ക് അവിടെ നിന്നുണ്ടായ ഒരു അനുഭവം അതാണ്. എന്തുകൊണ്ടായിരിക്കും അമ്മ അവിടെ നിന്ന് പോകേണ്ടി വന്നത്? അദ്ദേഹം സിനിമയിൽ കായപ്പോൾ അവിടെ ബന്ധുക്കൾ അമ്മ വീട്ടിൽ നിൽക്കുമ്പോൾ ഈ 16 വർഷവും ഈ പറയുന്ന ഓരോ അളിയന്മാരും ഒരു മച്ചമ്പിമാരും അവിടെ വന്നൊരു ഓർമ്മ അമ്മ കണ്ടിട്ടില്ല. അന്നത്തെ കാലത്ത് സിനിമാരുടെ ആയതിനു ശേഷമാണോ അവിടെ ബന്ധുക്കളായി ആളുകളായി ഭരണം. അപ്പൊ അവര് പറഞ്ഞ് ഇങ്ങനെ ഒരു ബേബിക്ക് മലയാള സിനിമയിൽ ഒരു ഭാവിയൊക്കെ ഉണ്ട്. അത് ഇങ്ങനെ ഒരു ആ കാലഘട്ടത്തിന്റെ കുഴപ്പം ഇങ്ങനെയൊക്കെ ഒരു കുഞ്ഞും തള്ളേന്ന് പറയുമ്പോഴത്തേ അതൊരു ബുദ്ധിമുട്ട് വരും. അപ്പൊ അമ്മ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുമ്പോഴാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ കുഞ്ഞിനെ തള്ളയെ ഇതൊന്ന് മാറ്റാം. ഭാരതമ്മയുടെ സോമനാരുടെ ഉപദേശം. പിന്നെ ഇദ്ദേഹം സിനിമയിലേക്ക് വേഷം കൂടി വന്നുകൊണ്ടിരിക്കുന്നു. മാക്സിമം നോക്കി. പിന്നെ അദ്ദേഹം ആ സ്പോട്ടിൽ അദ്ദേഹം ഭയങ്കര ലെവലെത്തി. ജയനെന്ന വ്യക്തിയുടെ ഒരു എന്താ പറയുക, എവിടെയെങ്കിലും ഒന്ന് കാല് കണ്ടോ ജനം ഇടിച്ചു കയറും. നിങ്ങൾ ഈ കാണുന്ന ഇതൊന്നും അല്ല, അന്ന് നിങ്ങൾ കാണണം. ഇദ്ദേഹം എവിടെ വന്നാൽ അവിടെ ജനമാണ്. ഇദ്ദേഹം എവിടെ വന്നാലും ജനം കൂടുന്നു. അപ്പൊ അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ സ്റ്റേജ് മാറി. പിന്നെ നമ്മുടെ അമ്മയുടെ ഒക്കെ പുറകെ വരാനോ തെരുവിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ ആള് മാറിയല്ലോ. തീർച്ചയായിട്ടും. എന്തായാലും വീഡിയോ വിറ്റ് പൈസയൊക്കെ തരുമായിരുന്നു. അനിച്ചേരെ കൊടുത്തിട്ടും പൈസ, സോമനാരെ കൊടുത്തിട്ടും അന്നേരം കണ്ടാൽ കൊടുക്കും, ഇല്ലേ കൊടുക്കില്ല. പിന്നെ കുമാരേട്ടൻ കൃത്യമായിട്ട് ആ പൈസ മേടിച്ചങ്ങടേക്ക് കൊടുക്കും. അപ്പോൾ ഒരുവിധം ആളുകൾക്കെല്ലാം അറിയായിരുന്നു ഇത് ജയൻ സാറിൻ്റെ മകനാണെന്നും ഇപ്പോൾ ആ വീട്ടിൽ വെച്ചുണ്ടായിരുന്ന കാര്യങ്ങളും എല്ലാം അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ മുരളിയേട്ടൻ പറയുന്നത് അവരെല്ലാം മനഃപൂർവ്വം പറയാതെ ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് മറച്ചു വെച്ചേക്കുകയാണെന്നാണ്. അതെ. ഇപ്പം എനിക്കെതിരെ കേസ് കൊടുക്കുന്നില്ലേ? ഈ കേസ് കൊടുക്കുന്ന കണ്ണൻ നായർ ജീവിച്ചിരുന്നാൽ നടക്കില്ല. നമ്മുടെ അച്ഛൻ്റെ ജീവിച്ചിരുന്നെങ്കിൽ ഈ കേസ് കൊടുക്കാൻ അവൻ സമ്മതിക്കൂല. എനിക്ക് മനസ്സിലാവാത്ത ഒരാൾ പോലും കൂടെ വന്ന് നിന്ന് ഇപ്പം ഇതേപോലെ പറയുമ്പോൾ കൂടെ വന്ന് നിൽക്കാത്തത് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇതിന് മാത്രം എന്ത് തെറ്റാണ് അവിടെ സംഭവിച്ചേക്കണത്? എനിക്കറിയത്തില്ല. ഇത് മനുഷ്യന് വികാരമില്ലേ, വിചാരം. ഇത് മാത്രമാണ് ആളുകൾക്ക് ഡൗട്ട്. കാരണം ഒരാളുടെ മകൻ, അത് ഇത്രയും വലിയൊരാളുടെ മകൻ, 2 വയസ്സ് വരെ കൂടെ നിന്നിരുന്ന ഒരാൾ ഇദ്ദേഹത്തിന് ഇപ്പോഴും മകനാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നാട് വിട്ടു പോവുകയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെയും പറയാം, ഓക്കെ ഇത് 2 വയസ്സ് വരെ കൂടെ ജീവിച്ചതാണ്. 2 വർഷം മകൻ ജനിച്ചിട്ടും കൂടെ എത്രത്തോളം ഫോട്ടോസ് ഉണ്ടാവും, എത്രത്തോളം ആളുകളായിട്ട് മിങ്കിൾ ചെയ്യണം. ആദ്യത്തെ ഒരു ചടങ്ങുകളുണ്ടാവുമല്ലോ, അതിന് കുറച്ച് പേരെങ്കിലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലെങ്കിലും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഈ പറയുന്നതിന് ഒന്നിനും ഒരു തെളിവില്ല മുരളിയേട്ടാ. അതാണ് ഇവിടുത്തെ പ്രശ്നം. വന്നിരിക്കുന്നു സോമൻ നായർ എന്ന് പറഞ്ഞ വ്യക്തി കൊടുത്ത അഭിമുഖത്തിന്റെ മാസിക വന്നിരിക്കുന്നു. ഇപ്പോഴാണ് എത്ര 2025 കേരളത്തിൽ 2 പേരുടെ കയ്യിൽ ഈ മാസിക ഇരിപ്പുണ്ട്. 2 പേരുടെ കൈ മാസിക ഇരിപ്പുണ്ട്. സോമൻ നായർ പറഞ്ഞ എൻ്റെ അച്ഛൻ്റെ അനിയൻ സോമൻ നായർ ആയത്തിൻ്റെ അച്ഛൻ കൊടുത്ത ഇന്റർവ്യൂവിന്റെ മാസിക 2 പേരുടെ കൈ ഇരിപ്പുണ്ട്. ഒന്ന് തിരുവനന്തപുരത്ത് ഇരിപ്പുണ്ട്, ഒന്ന് കോഴിക്കോട് കൊണ്ട് ഇരിപ്പുണ്ട്. ഈ മാസികയിൽ വ്യക്തമായിട്ട് സോമൻ നായർ പറയുന്നത് എൻ്റെ ചേട്ടൻ ഒരു മകനുണ്ട്. അത് താങ്കളാണ് മുരളിയേട്ടനാണെന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പേരൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ല. പക്ഷേ അവിടെയും തെളിവില്ല. തിരുവനന്തപുരത്ത് പറയുന്നു അല്ല മകനുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഞാനല്ലല്ലോ, വേറെ ആരും ഇവിടെ മകനായിട്ട് വന്നിട്ടില്ലല്ലോ. അല്ല ഇപ്പോഴും നമ്മുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. 1% പോലും നമുക്കൊരു പ്രൂഫ് കിട്ടിയിട്ടില്ല ഇപ്പോഴും. ഓക്കെ, ആദിത്യം പറഞ്ഞല്ലോ. ഒരാൾ എന്നെ വിളിച്ചു പട്ടത്താന്നുള്ള ചേട്ടാ, എൻ്റെ അടുത്ത് ആദിത്യം പറഞ്ഞാണ് ഞങ്ങൾ. അപ്പൊ അന്ന് ആദിത്യം പയ്യനാ, ഇവരെ വീട്ടിനടുത്ത് താമസിച്ച പട്ടത്താനത്ത്. അപ്പൊ ആദിത്യം അങ്ങോട്ട് പോകുമ്പോ ഇവര് വിളിച്ചു നിർത്തി സംസാരിക്കുകയും ചെയ്യും. അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് ആദിത്യം പറഞ്ഞു, അതിൽ എന്റെ ഫോണിൽ കിടപ്പുണ്ട്, റെക്കോർഡിങ് ലഭിച്ചില്ല. ദിലീപ് നിങ്ങളുടെ പേര്. അത് ഞങ്ങൾക്ക് ആദ്യത്തെ പറഞ്ഞതാണ്, ഞങ്ങൾക്കൊരു മൂത്ത ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ട്, ഞങ്ങളുടെ വല്യച്ഛനൊരു മകനുണ്ട്, ചേട്ടൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന ആദ്യത്തെ അന്ന് ചോദിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ജയന്റെ മകൻ പറഞ്ഞു. ഇല്ല ഏട്ടാ, വല്യച്ഛൻ്റെ മകൻ. വല്യച്ഛൻ എന്ന് പറയുമ്പോഴത്തെ ജയനാണല്ലോ ഏട്ടാ. ഉണ്ട് ഏട്ടാ, ഞാൻ വേണമെങ്കിൽ അത് പറയാൻ ചേട്ടാ. ഞാൻ പറഞ്ഞ ഒരു വീഡിയോ കിട്ട്. അന്നേരം എന്തോ വീഡിയോ ഇട്ടോ എന്നിട്ട് അദ്ദേഹം വീഡിയോ ഇടുന്നു പറഞ്ഞു. അവർ ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്ന് ഇടുന്നു എന്നത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇട്ടിട്ടില്ല, ഇത് പറഞ്ഞു എന്നൊക്കെ പറയുന്നത്. കാരണം വേറൊരു പയ്യൻ, ഒരു നിയാസ്, നിയാസ് എൻ്റെ അടുത്ത് പറഞ്ഞാണ് ചേട്ടാ, എൻ്റെ അടുത്തും പറഞ്ഞ ചേട്ടാ ആദിത്യൻ അത് ഞങ്ങളുടെ വല്യച്ഛൻ്റെ മകൻ തന്നെയാണ്, പക്ഷെ കൊന്നാലും ഞങ്ങളത് പുറത്ത് പറയത്തില്ല, പറഞ്ഞാൽ ഞങ്ങൾ ആരും ഇല്ലെന്ന്, ഞങ്ങൾക്ക് വിലയില്ലെന്ന്. ഈ ആദിത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാവും. ആദിത്യം ജനിച്ചെന്നാ ഞാൻ ജനിച്ചേണ്ട 8-9 വർഷം കഴിഞ്ഞാൽ. അപ്പൊ പിന്നെ ഈ പറയുന്ന കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരാൾ പറഞ്ഞു പറയുന്ന കാര്യം ഇപ്പൊ മോനോട് വന്ന ഒരാൾ പറയുമ്പോൾ ചേട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കോൾ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ പറയുന്നത് താങ്കളൊരു ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതല്ല, സാധ്യതകളാണ് പറയുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഇപ്പോഴും ഈ കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിന് ഇരയായ ഒരു വ്യക്തിയാണ്. ഞാൻ അറിഞ്ഞോ അറിയാതെയോ വന്ന് ജയന്റെ മകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയോട് കേരളത്തിലുള്ള ഏത് ചാനലുകാരോ പത്രക്കാരോ മറ്റെന്തും ഡോക്ടേഴ്സോ ആരും മനോരോഗം എന്താ എനിക്ക് പറയില്ല, ഇവരൊക്കെ വന്ന് എന്ത് ചോദ്യങ്ങൾ ഏത് തരത്തിൽ ചോദിച്ചാലും എൻ്റെ ഉത്തരം ഒന്ന് തന്നെ ആയിരിക്കും, ഞാനത് പറയും.
ഇപ്പം നിങ്ങൾ വിളിച്ച് ഞാൻ കൊല്ലത്ത് ഇടം വരെ എന്താ, എനിക്ക് നിങ്ങളോട് പറയണം, എനിക്ക് എൻ്റെ കാര്യം അത് നേടിയെടുക്കണമെങ്കിൽ ഞാൻ മെനക്കെട്ടേ പറ്റൂ. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് താങ്കളുടെ പെയിൻ എന്താണെന്ന് മനസ്സിലാവും. കാരണം അത് പക്ഷേ ഈ ഒരു കഥയ്ക്ക് ഇപ്പോഴും വിശ്വാസയോഗ്യമല്ലാത്തത്, ഇപ്പോഴും നമുക്കൊരു തെളിവ് വരാത്ത, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും കാലമായിട്ട് നമുക്കൊരു പ്രൂഫ്, ഒരാൾ വന്നിട്ട് അത് ഞാൻ പറയാം, ഇദ്ദേഹം ജയന്റെ മകനാണ്, ഞാൻ കണ്ടിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അടുത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് ഗുണമുണ്ടോ? ഇല്ല. നമുക്ക് ഇതെല്ലാം ശ്രീനാഥ് എൻ്റെ അച്ഛൻ ശ്രീ ജയന്റെ ഏറ്റവും അടുത്ത ഇന്റിമേറ്റ് ഫ്രണ്ട് ആണെന്ന് വെച്ചു. ഞങ്ങളുടെ കുടുംബക്കാരല്ല, ഞങ്ങളുടെ സമുദായക്കാരല്ല. ഓക്കെ, ശ്രീനാഥ് ഈ വിഷയങ്ങളെല്ലാം അറിയാം. അമ്മ അവിടെ നിന്നതും, എൻ്റെ അച്ഛൻ എന്നെ ജനിപ്പിച്ചതും, എന്നെ അവിടെ പ്രസവിച്ചതും, അവിടെ വളർത്തിയതും, കണ്ണെഴുത്തിയതും, പൊട്ടുപൊട്ടും എല്ലാം അറിയാം. അച്ഛനും ശ്രീനാഥുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതിൻ്റെ എല്ലാ വശങ്ങളും ശ്രീനാഥ് അറിയാം. അപ്പം ശ്രീനാഥ് ഗൾഫിലായിരുന്നു വെച്ചു. ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ ഇരുന്ന് കാണുന്നു. പക്ഷേ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിട്ട് പോലും, ഇത്രയും കാലമായിട്ട് പോലും ഇങ്ങനെ ഒരു മകനുള്ള എൻ്റെ ബേബിയുടെ അല്ലെങ്കിൽ എൻ്റെ ജയൻ്റെ മകനെ പോയി കാണണമെന്ന് ഒരു ചിന്തയും തോന്നിയിട്ടില്ലെന്ന് വെച്ചു. അത് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ്. പക്ഷേ ഇദ്ദേഹം വന്നിട്ട് പിന്നെ ഇപ്പം ഇത്രയും ഈ പ്രശ്നങ്ങൾ എന്നെ ഇങ്ങനെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയോട് അലക്കുമ്പം മനസ്സിനൊരു വിഷമം തോന്നി. ഇദ്ദേഹം വന്ന് പറയാണ്, എൻ്റെ പേര് ശ്രീനാഥ്, ഞാൻ മരിച്ചുപോയ നടൻ ജയൻ്റെ ഏറ്റവും അടുത്ത ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. ജയൻ ഒരു മകനുണ്ടെന്ന് പറയുന്ന സത്യമാണ്, അതെല്ലാ കഥയും എനിക്കറിയാമെന്ന് പറഞ്ഞാൽ എനിക്കെതിരെ നിൽക്കുന്നവർ അത് വിശ്വസിക്കൂ. അന്നൊരു അവന്മാർ തിരിയും പറയുന്നത്, എന്നാൽ ഡി എൻ എടുത്ത് കാണിക്കുന്നു പറയും. ഇവരിപ്പോഴും പറഞ്ഞു ഡി എൻ എടുത്ത്, ഞാൻ ഡി എൻ എടുത്ത് കാണിക്കാൻ പറയേണ്ട ആവശ്യമൊന്നും എനിക്ക് മനസ്സിലായി. ഞാൻ ആരിൽ നിന്നും ഡി എൻ എടുക്കണ്ടേ? പൊതുജനങ്ങളുടെ കയ്യുന്നില്ലല്ലോ. എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ ജനിച്ച പിള്ളേർ, അവരുടെ കയ്യിൽ നിന്ന് വേണം ഞാൻ ഡി എൻ എടുക്കാൻ. അതിന് അവർ തയ്യാറായിട്ട് വരണം. ഇവരിവിടെ ജീവിക്കുന്ന മൊത്തം ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് മാത്രം ഉപയോഗിച്ചാണ്. അവരുടെ അച്ഛൻ്റെ പേര് ഉപയോഗിച്ചില്ല. അവരുടെ സ്വന്തം ജോലി, ഇപ്പോൾ ഡോക്ടർ ആണെങ്കിൽ ഞാൻ ഡോക്ടർ എന്ന നിലയിൽ, ആദ്യത്തെ സീരിയലാണെങ്കിൽ ഞാൻ സീരിയൽ നടൻ എന്ന നിലയിൽ, അതങ്ങനെയല്ല അറിയപ്പെടുന്നത്. അവർ ജയൻ്റെ അനുജൻ്റെ മക്കൾ, ജയൻ്റെ അനുജൻ്റെ മക്കൾ. ആ ജയൻ്റെ അനുജൻ്റെ മക്കളെന്ന് പറയുന്ന അവകാശം പറയുന്ന അവരെന്ത് വേണം? ആ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു അവകാശം പറഞ്ഞ ഒരാൾ വരുമ്പോൾ ആ വ്യക്തി, ആ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മാനവും അഭിമാനവും ആ കുടുംബത്തിൻ്റെ മാനവും അഭിമാനവും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവർ രംഗത്തിറങ്ങി വന്നേം വെച്ച് അവർ പറയണം ചങ്കുറപ്പോടെ, ഞങ്ങൾ ഡി എൻ എക്ക് തയ്യാറാണ്, ഈ ആൾ ജയൻ ഞങ്ങളുടെ വല്യച്ഛൻ്റെ മകനല്ല, ഇയാൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് വരാൻ പറയാം, ഇയാളെ നാണം കെട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്ര ആൾ വിഷമിച്ച് കളയുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ ഡി എൻ എ എടുക്കരുത്, ഇയാൾ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ ഞങ്ങൾ തെളിയിക്കുമ്പോൾ അയാൾ ചിലപ്പോൾ തൂങ്ങി ചാവുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ മാനസിക വിഷമാവോ, ഭ്രാന്തനായി പോകുന്നുള്ള ഞങ്ങളുടെ ഒരു ഉള്ളിലിരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അത് മാറ്റുവാണ്, ഞങ്ങൾ തയ്യാറാണ്, ഇയാൾ ജയൻ്റെ മകനല്ല, ഞങ്ങൾ തെളിയിക്കും, ഡി എൻ എക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നും പറയും. ചുണയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരല്പമെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വാ. ഓക്കെ, ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണം. ഓക്കെ, എന്തായാലും വരട്ടെ. എന്തായാലും അങ്ങനെ ഒരു അവർ പോയി പറയുന്നവർക്ക് അങ്ങനെ ഒരു തോന്നൽ വരട്ടെ. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ഫോൺ കോൾ വന്നു. ആരാന്ന് ഞാൻ പറയത്തില്ല, നിർബന്ധം. ഓക്കെ, കോള് വന്നു, ഞാൻ എടുത്തു. ഹലോ, ഗുഡ് മോർണിംഗ് മുരളി. അപ്പോൾ ഞാൻ എപ്പോഴും നമസ്കാരമേ പറയും. ഞാൻ പറയും നമസ്കാരം. ആ മുരളി എന്ത് ചെയ്യുന്നു, സുഖമാണോ? ഞാൻ പറഞ്ഞാൽ സുഖമാണ്. മുരളി, ഇന്ന് മുരളി ജയൻ്റെ മകനാണെന്ന് ഈ ഭൂമിയിൽ അറിയാവുന്ന അവസാനത്തെ കണ്ണിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാ? അത് ഞാൻ ഇന്ന ആളാണ്, പേര് പറഞ്ഞു. ആ സ്പോട്ടിൽ ഞാൻ ഇരുന്നിടം ചാടി എണീറ്റ് പോയി. നമ്മുടെ ആ ബഹുമാനം കൊണ്ട് നമ്മളമ്മയൊക്കെ അങ്ങനെ പഠിക്കുന്നത്. ഞാൻ ചാടി യു സാറായിരുന്നു. ആണ് മുരളി, വിഷമിക്കണ്ട, എല്ലാത്തിനും പരിഹാരം നമുക്ക് ഉണ്ടാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ വളരെ സന്തോഷം. അപ്പം ഉണ്ട്, ഞാൻ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോയിൽ എന്നും രാവിലെ കുളിച്ചിട്ട്, രാവിലെയും വൈകിട്ടും കുളിച്ചിട്ട് അച്ഛൻ്റെ ഫോട്ടോയിൽ തൊട്ട് തൊഴുത്ത് പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, ഞാൻ അങ്ങയുടെ മകനാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആണെങ്കിൽ ദയവായിട്ട് ഞാനെന്ന് പറഞ്ഞ സത്യത്തിൻ്റെ ആ ഒരു തെളിവ് ഈ ഭൂമിയിൽ എവിടെയോ ഇരിപ്പുണ്ട്, അവിടം വരെ എത്താനുള്ളൊരു അവസരം എനിക്ക് തരണം. അല്ലെങ്കിൽ ഞാൻ ഇനിയും നിന്നും പുഴുങ്ങുകയാണ്. ഞാൻ പറയുന്നത്, ഞാൻ പുഴുങ്ങുകയാണ്, മാനസികമായിട്ട് ഞാൻ തകരുകയാണ്. പക്ഷേ താരാൻ പറ്റില്ല, കാരണം ജനങ്ങളിങ്ങനെ വിളിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും ഫോൺ വന്നുകൊണ്ടിരിക്കും, എന്നും വിളിക്കും, ലേഡീസും വിളിക്കും, ജെൻസും വിളിക്കും. നിങ്ങൾക്കൊന്നും അറിയാൻ വയ്യ, എൻ്റെ അച്ഛൻ്റെ ചെറുമകളാവാനുള്ള പെണ്ണുങ്ങളായി ഇപ്പം അച്ഛനെ പ്രേമിക്കുന്നു. അച്ഛൻ്റെ ഫോട്ടോ വീട്ടിൽ വെച്ച് മാലയിട്ട് ഡെയിലി വിളക്കത്തിക്കും, പ്രാർത്ഥനയും. ഇപ്പം എനിക്ക് വേണ്ടി മുരളി ജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി പള്ളിയിൽ പോയും വെച്ച് വ്രതം എടുക്കും, ധ്യാനത്തിലിരിക്കുന്നു. മുരളീജയന് വേണ്ടി ഗുരുവായൂർ അമ്പലത്തിൽ നേർച്ച അർപ്പിക്കുന്ന ലേഡീസ്, മുരളീജയന് വേണ്ടി വീട്ടിനെ തന്നെ ഇരുന്ന് പ്രാർത്ഥന വിളക്കത്തിച്ച് പ്രാർത്ഥിക്കുന്നു. ജയൻ സാറിന്റെ മകനായിട്ട് തെളിഞ്ഞു വരാൻ വരുന്ന ദിവസം അവരുടെ വീട്ടിനവിടെ പായസം വെച്ച് വിളമ്പും.
അവര് കൈക്ക് കട്ട് ചെയ്യും, അവര് മുട്ടായി വിതരണം ചെയ്യും, മുള്ളിച്ചട്ട കണ്ണ് ആരാധകരുണ്ട്. ഉണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയ കൂടിയാണോ വരുന്നത്? എന്റെ ഫോണിൽ വിളിച്ച് പറയുന്ന റിക്കാർഡ്സ് എന്റെ പറഞ്ഞ ഞങ്ങളുണ്ട് ചേട്ടനോട്. ഇവർക്ക് എന്റെ മകളാവാനേ പ്രായമുള്ളൂ. ഒരു പാർവതി എന്ന് പറഞ്ഞൊരു പെങ്കൊച്ച് പറയാം, എന്റെ അച്ഛന്റെ ആത്മാവായിട്ട് സംസാരിക്കുന്ന കൊച്ചാന്ന് പറയുന്നത്. എന്റെ അച്ഛന്റെ ആത്മാവായിട്ടാ കൊച്ചു സംസാരിക്കുന്നത്. പറഞ്ഞാൽ ഈ കൊച്ചിന്റെ അച്ഛൻ നമ്മുടെ അച്ഛന്റെ കടുത്ത ഭ്രാന്തൻ ആരാധനാണ്. അപ്പൊ ഈ കുഞ്ഞിലെ മുതൽ ഈ പാർവതിയോട് നമ്മുടെ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് കേട്ട് 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 ഈ പെങ്കൊച്ചിന്റെ അച്ഛനോട് ഭയങ്കര ആരാധന കുഞ്ഞിലെ മുതലുണ്ട്. ഒരു പോലീസുകാരനാണ് കല്യാണം. ഈ പെങ്കൊച്ചി ഇപ്പൊ അവരുടെ വീട്ടില് ഭർത്താവിനോട് എന്നെ പറഞ്ഞ് എനിക്കൊരു ജയൻ സാറിന്റെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് വലിയൊരു ഫോട്ടോ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ വെച്ച് ഡെയിലി രാവിലെയും വൈകിട്ട് വിളക്ക് കത്തിക്കലും പിന്നെ പുഷ്പാർച്ചന നടത്താൻ. പുള്ളിക്കാരി എറണാകുളത്താണെന്ന് എനിക്കറിയാൻ വയ്യ. ഭയങ്കര ആരാധനയാണ്. ഇതെങ്ങനെ അറിഞ്ഞേ? അത് വീഡിയോസ് ഇട്ട് ആ കുട്ടി സോഷ്യൽ മീഡിയയിൽ യൂസ് ഉണ്ട്. പാർവതി നാട്ടിൽ കൊടുത്താൽ വരും. അവിടെ കയ്യിലുണ്ടോ ആ വീഡിയോ? ഇതിലുണ്ടോ? നമുക്കൊന്ന് കാണിക്കാൻ പറ്റും? ഇതില് ആത്മാവിനെ കണ്ടെന്നാണ് പറയുന്നത്, സംസാരിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അച്ഛൻ്റെ ആത്മാവോട്ട് സംസാരിച്ച ആൾക്കാർ ഒരുപാട് പേരുണ്ടോ? കൊച്ചു പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ ആത്മാവോട്ട് സംസാരിക്കുന്നതാണ്. ഓക്കെ. വേറൊരു ലേഡി ഇതുപോലെ ചില ആൾക്കാർക്കുണ്ടല്ലേ ഈ സ്പിരിച്വൽ സംഭവങ്ങളൊക്കെ വരുന്ന ആൾക്കാരുണ്ട്, ചില നമ്മുടെ മനുഷ്യരുണ്ടല്ലോ. വേറൊരു ലേഡി എൻ്റെ പറഞ്ഞിട്ട് ഈ ആത്മാവ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, മുരളി എൻ്റെ മകനാണെന്നും ജയൻ സാറിന്റെ ആത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന മറ്റേ മരണം ആണ്, അല്ലാതെ എന്നെ ആരും കൊന്നല്ല വെച്ച് ഇങ്ങനെ വെച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ അമ്പിളി എന്ന് പറഞ്ഞ പെങ്കൊച്ചിന്റെ പേര് വേറെന്തോ ആയിരുന്നു. അപ്പൊ ഒരു ലളിതാമ്മ എന്ന് പറഞ്ഞൊരു ലേഡി അവരിപ്പോഴും ജീവിച്ചിട്ടുമുണ്ട്. അപ്പൊ ഈ ലളിതാമ്മ നമ്മുടെ അച്ഛന്റെ കാമുകിയായിരുന്നു പറയുന്നത്. അവരോട് അവര് പഞ്ചാര പ്രായത്തില്ല. അപ്പൊ ഇവരൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛന്റെ കാമുകിയാണ്. അച്ഛന്റെ ഒരു കാമുകിയായിരുന്നു. അവരെ വിവാഹം കഴിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു നമ്മുടെ അച്ഛൻ. ഇങ്ങനെ പഞ്ചാര അടിച്ചു കിടക്കുന്ന സമയം അയക്കാം. അപ്പം ഭയങ്കര ഇഷ്ടമായിരുന്നു അതിന്റെ ജയന്. അപ്പൊ അവരെ വീട്ടില് ഈ ഒരു വിഷയം ഉണ്ടായ സത്യമാണ്. ജയനൊരു മകനുണ്ട്. അപ്പൊ ഈ ലളിതാമ്മയെ വേറൊരാൾ കല്യാണം കഴിച്ച് കൊണ്ടുപോയി. അപ്പൊ ഈ അമ്പിളിയോട് കുഞ്ഞിലെ വിളിച്ച് കഥ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ജയനുമായ വ്യക്തിക്ക് ഒരു മകനൊക്കെ ഉണ്ട്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ കഥകളൊക്കെ ഞങ്ങളുടെ അമ്മ പറഞ്ഞാൽ ഞങ്ങളെ പറയുന്ന കഥകളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചുകൊണ്ട് അങ്ങനെ അവിടെ വളർന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പം ഇന്നലെ പല വഴിയിലൂടെ നമ്മൾ ഈ വിഷമം നമ്മുടെ അച്ഛനും ഫോട്ടോയും നോക്കി പറയുമ്പോൾ നമുക്ക് പല വഴികളിലൂടെ അതിൻ്റെ ഓരോ നമ്മൾക്ക് വിട്ടുപോയിരിക്കാനായിരിക്കാം നമുക്കിങ്ങനെ ഓരോരോ എന്താ പറയുക കണക്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വേറൊരു പെങ്കൊച്ച്, ബോംബെയിൽ ഒരു പെങ്കൊച്ച്, എൻ്റെ ഒരു കൂട്ടുകാരി ജിജി എന്നാണ് പേര്, ബോംബെയിൽ ജോലി ചെയ്യുകയാണ്. ഒരു വയസ്സായ ഒരു അമ്മയെ നോക്കുവാണ്. അപ്പം ഈ ജിജി അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ വീഡിയോസ് എടുത്ത് ആ അമ്മയുടെ ആ മക്കളെ കാണിക്കുകയും ഈ എന്നെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞിട്ട് ഇപ്പൊ ഈ കിടക്കുന്ന അമ്മ പറഞ്ഞിട്ട് ഇടി നിർത്ത്, നിനക്ക് കുറെ ആയിട്ട് നീ നിനക്ക് ഇത്രയല്ലേ കഥ അറിയാവോ, ഇനി ബാക്കി കഥ ഞാൻ പറയാം. ഈ ജയന്റെ വീട്ടിൽ 2 വയസ്സ് വരെ വളർന്നല്ല, ജയന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസം പറഞ്ഞില്ലേ, അത് എൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പൊ ജിജി ഞെട്ടുമേ എടി ഞാൻ പറഞ്ഞുതരാം, ആ എൻ്റെ അച്ഛൻ ഒരു പോലീസുകാരനായിരുന്നു. അവിടെ തൊട്ടടുത്ത് തന്നെ ഈ വേനത്തൊക്കെ എൻ്റെ അച്ഛൻ്റെ വീട്ടിലുണ്ടായിരുന്നു, ഈ കൊല്ലം ഡിസ്ട്രിക്ട് പോലീസ് വേനത്തൊക്കെ. അപ്പൊ ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരായിരുന്നു ഈ പറയുന്ന അമ്മയുടെ അച്ഛൻ. അപ്പൊ ഈ ചേച്ചി വളരെ ഈ അമ്മ കുറച്ച് കൊച്ചാണ്. അപ്പൊ ഈ ജയന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച കൂട്ടത്തിൽ ഇവര് താമസിച്ചിട്ടുണ്ട്. 2 രൂപ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്, 8 രൂപ അവർക്കറിയാം കഥകൾ അവരും പറയുന്നു ഇങ്ങനെ. അപ്പൊ അവരെയും കല്യാണത്തിന്റെ എന്തോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ അത് സത്യമാണ്, അവിടെ ഒരു കൊച്ചു ജനിച്ചിട്ടുണ്ട്, ഒരു ആൺകൊച്ചാണ്, അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവര് പറയുന്ന കാര്യം ജിജി കേട്ടോണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ജിജി ഇപ്പൊ ഫേസ്ബുക്കിൽ അതിനെ കുറിച്ച് എഴുതുന്നുണ്ട്, അനുഭവം എന്നും അമ്മയായിട്ട് സംസാരിച്ച്. അപ്പൊ അവിടുന്ന് ഇവിടുന്നൊക്കെ പല പല തരത്തിലുള്ള കഥകളെല്ലാം ഇപ്പൊ പൊങ്ങി വരുന്നുണ്ട്. ഇത്രയും വർഷം എടുത്തു അതിന് വേണ്ടിട്ടല്ലേ.
ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ ഇത്രയും സംസാരിച്ച കാര്യം ഈ ഒരു കാര്യത്തിൻ്റെ തെളിവുകൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് ആരും ഇതുവരെയായിട്ടും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. വരാത്ത പക്ഷം നമ്മളിപ്പോഴും അദ്ദേഹത്തെ ഇങ്ങനെ അദ്ദേഹത്തിനോട് ചെറിയൊരു ദേഷ്യം തോന്നുന്ന രീതിയിലുള്ള സമാപനങ്ങളാണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, എനിക്കെതിരെ തിരിഞ്ഞ് ഇങ്ങനെ പറയുന്ന ആളുകളോട് അവരോട് പറയാവുന്നേ ഉള്ളൂ, നിങ്ങൾ തന്നെയാണ് ഈ ജയൻ എന്ന് പറഞ്ഞ വ്യക്തി അപമാനിക്കുന്നത്, ഞാനല്ല. ഇല്ലേ, ഞാനല്ല അപമാനിക്കുന്നത്, ഞാൻ അച്ഛനെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇവരാണ് ഇങ്ങനെ ഒരു മകനും ഇല്ല, ഇങ്ങനല്ല അങ്ങനല്ല, അവൻ കള്ളനാണ്, അവൻ സോമൻ നായർ മോനാണ്, അവൻ മുരളി സോമനാണ്, അവൻ രാമകൃഷ്ണൻ ആചാര്യാണ്, മുരളി ആചാര്യാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇട്ട് ജനങ്ങളുടെ ഇടയിൽ നിന്നും പൈസ ഉണ്ടാക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. ഈ തിരുവനന്തപുരത്ത് ജയൻ കലാ സാംസ്കാരിക വേദി. അപ്പോൾ അവരല്ലേ ഇദ്ദേഹത്തിനെ അപമാനിക്കുന്നത്? അവരോടൊപ്പം കൂട്ടിന്ന് എനിക്കെതിരെ ഇപ്പോൾ കേസ് കൊടുക്കുന്ന ഈ അച്ഛൻ്റെ അനുജൻ്റെ മക്കളല്ലേ ഇദ്ദേഹത്തിനെ അപമാനിക്കുന്നത്? ഇവരെപ്പോഴും പറയുന്നത് ഞങ്ങൾ ഇനി ആവർത്തിച്ചാൽ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. അപ്പോഴും അത് ആ മനുഷ്യനെ അപമാനിക്കില്ലേ? ഇവർ വേണ്ടേ വന്നിട്ട് അതിന് തീരുമാനം ഉണ്ടാക്കണ്ടേ? ഇല്ലേ മുരളിയേട്ട, അതിൽ ഒരു ഇപ്പോഴും എനിക്ക് മുരളിയേട്ടൻ എന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പോഴും ഒരു സൈഡിൽ പ്രശ്നം ഇതിനൊന്നും ഒരു തെളിവില്ല എന്നുള്ളതാണ്. തെളിവുകളെല്ലാം വാക്കുകൊണ്ടാണ്. ഞാൻ ചോദിച്ചോട്ടെ, ലീഗലി ഇപ്പൊ നമ്മുടെ മുമ്പോട്ടെടുത്ത് വെക്കാൻ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ മുരളിയേട്ടൻ പറയുന്നത് 2 വയസ്സ് വരെ കൂടെ താമസിച്ചു എന്ന് പറഞ്ഞിട്ടും ഒരാൾ പോലും വന്നിട്ട്, ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പല പ്രമുഖരടക്കം ഒരാൾ പോലും മുമ്പോട്ട് വന്നിട്ട് കൂടെ തോളത്തിട്ട് കൈയിട്ടിട്ട് പറയുന്നില്ല. അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഉള്ളിടത്തോളം കാലം ഇപ്പൊ ഈ ജയൻ സാറെ ഇഷ്ടപ്പെടുന്നവരുടെ മുമ്പിൽ നിങ്ങളാണ് പ്രശ്നക്കാര് അല്ലേ? ഈ ഭൂമിയിലെ ഒരു മനുഷ്യന്റെ രക്ഷപ്പെടേണ്ട 2 പ്രസ്ഥാനം എന്ന് പറയാമോ? ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ രക്ഷപ്പെടണം, അവന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കണം, ഭാര്യ മക്കളോടൊപ്പം ജീവിക്കുന്നതിന് ഈ ഭൂമിയിൽ രക്ഷപ്പെടാനുള്ള 2 പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒന്ന് കോടതിയാണ്, 2 മെഡിക്കൽ കോളേജ്. കോടതിയിൽ ഒരുത്തനെ കുത്തി കൊന്നു അല്ലെ എന്തെങ്കിലും ചെന്ന് നമ്മൾ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ വിധി നമുക്ക് അനുകൂലമാണെങ്കിൽ ഇതായിരുന്നെങ്കിൽ നമ്മൾ ജയിലിൽ പോകും, ഇല്ലേ? ഉറപ്പാ. അവിടെ അന്തിമ തീരുമാനമാണ് ആ വ്യക്തിയുടെ, ഇല്ലേ? അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ കുടുംബത്തോട് വരാം, രക്ഷപ്പെട്ടില്ലെങ്കിൽ ജയിലിലൊക്കെ പോകാം. അതുപോലെ ഒരു ആക്സിഡന്റ് പറ്റി, അല്ലെങ്കിൽ മാരകമായ എന്തെങ്കിലും വലിയൊരു അസുഖം പറ്റി, നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ പറഞ്ഞ് ഇവിടെ എടുക്കാൻ പറ്റില്ല. അവന്റെ അവസാനത്തെ സ്ഥാനം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജ് ചെന്നാൽ അവന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ അവിടെ ഉറപ്പാണ്. ഇവിടെ ഈ കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ വ്യക്തി കൊല്ലം കോടതിയിൽ എഴുതി വെച്ചിരിക്കുവാണ് ഇത് എൻ്റെ മകനാണ് എന്ന് പറഞ്ഞ തെളിവ് ഞാൻ എടുത്തു കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഇവർ പറയുന്നത് മറ്റൊരു വാക്കായിരിക്കും. അത് ജയൻ്റെ അനുജൻ എഴുതി ഒപ്പിട്ടായിരിക്കും കൃഷ്ണന്റെ പേരിൽ നിന്ന്. ഇത് ജയൻ്റെ സോമൻ നായർ മോനെന്ന് പറയത്തില്ലേ? അവര് പറയും. പക്ഷെ നമുക്കൊരു പ്രൂഫ്, ഇപ്പൊ DNA എന്ന് പറയുന്ന സംഭവം ഞാൻ പറയട്ടെ, നമുക്കിത് പ്രൂഫ് കിട്ടി, എനിക്ക് കിട്ടി. ഇപ്പം ഞാൻ കേസ് നടന്ന വക്കീലിന്റെ വീട്ടിൽ ഇപ്പോൾ ഞാൻ തരിഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് വെച്ചു. ആ കേസ് നമ്പർ അതില്ല, കേസ് നമ്പർ കൊണ്ടുവന്നത് ഇപ്പോൾ കോടതി കിട്ടുന്ന സാധനമില്ല. പക്ഷെ ഞാനിത് കൊണ്ടുവന്നാണ്ട് എൻ്റെ അച്ഛൻ എഴുതി ഒപ്പിട്ടത് എൻ്റെ മകനെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒന്നര കുമാരെന്ന് പറയും, ഇല്ല അത് പോലീസുകാർക്ക് പൈസ കൊടുത്ത് സോമൻ നായർ പോയി പാവപ്പെട്ട മനുഷ്യന്റെ പേര് എഴുതിച്ചെന്ന് പറയും. ഇവിടെ അന്തിമ തീരുമാനം എന്ന് പറയുന്നത് കോടതിയും ഹോസ്പിറ്റലും പറഞ്ഞാൽ അന്തിമ തീരുമാനം DNA മാത്രമേ ഉള്ളൂ. DNA എടുത്താൽ വ്യക്തമായിട്ടിത് ഞാൻ ആര് എന്ന് തെളിയുമെന്ന് ഇവിടെ പഠിച്ചിറങ്ങിയ ഡോക്ടർമാര്, പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാര് എല്ലാവരും പറയുന്നുണ്ടല്ലോ. അവിടെ ഞാൻ എന്താ ഇപ്പോഴും പറയുന്നു, എനിക്ക് 1 രൂപയുടെ സ്വത്ത് എൻ്റെ അച്ഛന് വേണ്ട. അച്ഛൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ട. എൻ്റെ അച്ഛൻ്റെ സ്വത്തുണ്ടെങ്കിൽ എനിക്കും വേണ്ട, എൻ്റെ മക്കൾക്കും ഞാനത് വാങ്ങിച്ചു കൊടുക്കൂല. ഗ്യാരണ്ടിയാണ്. എൻ്റെ മക്കള്, എൻ്റെ 2 മക്കൾ അഭിരാമിയും കൃഷ്ണനും, കൃഷ്ണൻ തെറ്റുന്ന കേട്ടോ, എൻ്റെ അഭിരാമി മോളും എൻ്റെ കൃഷ്ണൻ മോനും ഒരിക്കലും ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ 1 രൂപ പോലും ആ സ്വത്ത് ഞാൻ മേടിച്ച് എൻ്റെ മക്കൾക്ക് കൊടുക്കൂല. ഞങ്ങളുടെ സമുദായത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അവനവൻ ആവശ്യമുള്ളത് അവനവൻ പോയി ജോലി ജീവിച്ചോണം. ഞാൻ പറഞ്ഞുകൊണ്ട് 20 വയസ്സ് വരെ മക്കളെ ഞാൻ നിങ്ങളെ നോക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് പോയി ജോലി ചെയ്യണം. അതിനകം വെച്ച് നിങ്ങൾ എന്ത് പറയുന്നത് ഞാൻ മേടിച്ചു തരും. നമ്മുടെ ജഗദീഷ് ശ്രീമസാറിന്റെ അച്ഛൻ പറഞ്ഞിട്ടില്ലേ, 20 വയസ്സ് പോടാ എവിടെയെങ്കിലും പോയി ജോലി. അതാണ് ഞങ്ങളുടെ ഇതിലുള്ളതാണ്, ജോലി ചെയ്ത് ജീവിച്ചോണം. ഓക്കെ മുരളിയേട്ടാ, എന്തായാലും നമുക്ക് ഇനി നമ്മൾ ഇത്രയേറെ സംസാരിച്ച അതിനെ കുറിച്ചാണ്, അത് ഇനി ഒന്ന് മാറ്റി വെക്കാം. ഒരു 1-2 കാര്യങ്ങൾ കൂടി. അവസാനം അച്ഛൻ നമ്മുടെ തിരിച്ച് വേറൊരു ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിലേക്ക് വരികയാണ്. നമ്മൾ പഴയതൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കാം. സിനിമയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സജീവമായിട്ട് ഇനി സിനിമാ ലോകത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണോ? കിട്ടിയാൽ ഞാൻ ചെയ്യും. എന്താണ്, എന്തോ പഠിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് കേട്ടു, കരാട്ടയോ കളരിയോ? മാർഷൽ ആർട്സ് ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ടാണോ? സ്റ്റീഫൻ എന്നൊരു കൂട്ടുണ്ടായിരുന്നു, അവനെ എന്നെ കൊണ്ടാക്കുന്നത്. അവൻ പറഞ്ഞ വാടാ കരാട്ടെ പഠിക്കാൻ, ഞാൻ കരാട്ടേക്ക് പോയി. അങ്ങനെ അവനായിട്ട് പരിചയമായപ്പോഴത്തേക്ക് ഒരു ചെറിയ പെണ്ണുങ്ങൾ സിനിമ പരിചയപ്പെടുന്നതാണ്, വേറെ കഥയാണ്. അപ്പൊ അവൻ പറഞ്ഞാൽ വാടാ നീ കരാട്ടേക്ക് പോടാന്ന് പറഞ്ഞാൽ എന്നെ അവൻ കൊണ്ട് കരാട്ടേക്ക്. അവൻ പഠിച്ചതല്ല, അവൻ പറയും കരാട്ടേക്ക് പോടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേറൊരു മാസ്റ്റർക്ക് പോയി കരാട്ടെ ഞാൻ പഠിച്ചു. 29ാമത്തെ വയസ്സിലാണ് പോയത്.
പ്രായം ഇച്ചിരി മുറ്റിയതിന് ശേഷം പോയത്. കരാട്ടെ നല്ലോണം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. ഓക്കെ. എന്തായാലും ഇപ്പോൾ സിനിമയ്ക്ക് അത് ഇപ്പോൾ ഉപകാരപ്രദമായ ഒരു സിനിമയിൽ ഫൈറ്റ് മാസ്റ്റർ ആയിട്ടോ എന്തോ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റഘുറാം എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് എനിക്കൊരു ക്ഷണം കിട്ടി. ഓക്കെ ഓക്കെ. ഞാൻ അതിന് പോയി ചെയ്ത ഫൈറ്റ് ആയിരുന്നു. സിനിമയിൽ ഫ്യൂച്ചറിൽ എന്താണ് മനസ്സിലാഗ്രഹിക്കുന്നത്? അത് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല. ജനം തീരുമാനിക്കും നമ്മൾ സിനിമ വേണോ വേണ്ടെന്ന്. തീർച്ചയായിട്ടും ജനത്തിന്റെ കയ്യിരിക്കണം നമ്മൾ. അത് മമ്മൂക്കയായാലും ലാലേട്ടനായാലും ഇതെല്ലാം ജനങ്ങളുടെ സംഭവമല്ലേ. ജനങ്ങൾ വന്ന് ഗാലറി ഇരുന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഈ ലാലേട്ടനും ഈ മമ്മൂക്കയൊക്കെ ഇന്ന് ഇവിടെ കിടന്ന് ഷൈൻ ചെയ്യുന്നത്. ജനത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോക്കല്ലേ. കഴിവും വേണം. കഴിവ് മാത്രം പോരാ, ഭാഗ്യം വേണം. ഭാഗ്യവും കഴിവും ഇതെല്ലാം വേണം. നല്ലതാണ് ജനങ്ങൾ അംഗീകരിക്കുക. എന്തായാലും ഇതിലിപ്പോൾ എത്ര സിനിമ ചെയ്തേക്കുന്നത്? നിലനിൽക്കാൻ തലവിധിയും ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ നിന്നിരിക്കും. ഇപ്പൊ എത്ര സിനിമ ചെയ്തു? ഇപ്പൊ ഒരു 3 കഴിഞ്ഞു. ആദ്യത്തെ സിനിമ ദ പ്രൊട്ടക്ടർ എന്ന സിനിമ, കോഴിക്കോടുള്ള മനു GM എന്ന് പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹമാണ് എനിക്ക് അതിനൊരു വേഷം തന്നത്. താങ്കൾ അനുഭവിക്കുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ അതൊരു വലിയൊരു പെയിനാണ്, നമുക്കെല്ലാവർക്കും അത് മനസ്സിലാവും. പക്ഷെ അത് തെളിയിക്കുന്നത് വരെ ഒരു അനശ്വരനായ ഒരു കലാകാരൻ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ആളുകൾ അദ്ദേഹത്തെ കുറ്റം പറയണോ, അദ്ദേഹത്തെ നല്ലത് പറയണോ? അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ. അല്ലല്ലോ, വേറെ സത്യം പറയാം. ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇവിടുത്തെ ആരും ഒന്നും പറയില്ല. എനിക്കൊന്നും ലോക സിനിമയിൽ പോലും ഒരു പേരൂഷവും കിട്ടാത്ത ആരും. തീർച്ചയായിട്ടും അദ്ദേഹം ഇച്ചിപ്പോന്ന് പറയാത്ത ഒറ്റ നടൻ എനിക്ക് തോന്നുന്നു നമ്മുടെ അച്ഛൻ മാത്രമേ. മലയാള സിനിമയാക്കി മാറ്റിയ നടന്മാരിൽ ഒരാളാണ് ജയൻ സാറൊക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, ജനത്തിന് ജനം സ്വീകരിച്ചു കഴിഞ്ഞു. ഓക്കെ. അപ്പൊ എന്തായാലും ബാക്കി തെളിവുകളും എല്ലാ കാര്യങ്ങളും വന്ന് ഇത് പ്രൂവ് ചെയ്ത് എല്ലാം നല്ല രീതിയിലാവട്ടെ. ദിവസം ഇങ്ങോട്ട് വരട്ടെ. നമ്മളെല്ലാം ഉറക്കം ഉണ്ണിക്കുമ്പോൾ ഒരു ദിവസം അത് എത്രയും വേഗം തന്നെ ആവട്ടെ. കാരണം അതുവരെ അല്ലെങ്കിൽ നമ്മൾ ഒരു സംശയത്തിന്റെ പേരിൽ ഇങ്ങനെ നിർത്തേണ്ടി വരും. അച്ഛൻ വീട്ടുകാരോടും ഈ ജയങ്കല സാംസ്കാരിക വേദിയോടും പറയട്ടെ, ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ഞാൻ പറയുന്നതോ പറഞ്ഞു പോയി ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. നിങ്ങൾ അച്ഛൻ വീട്ടുകാരും ഈ ജയങ്കല സംസ്കാരം എനിക്കെതിരെ പറയുന്നവരോട് പറയുന്നുള്ളൂ. ഇനിയെങ്കിലും അദ്ദേഹത്തിനെ അപമാനിക്കാതിരിക്കാൻ, അദ്ദേഹത്തിനോട് നിങ്ങൾക്കൊരല്പം സ്നേഹമുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ പേര് നിലനിർത്താൻ വേണ്ടിയെങ്കിലും നിങ്ങൾ ഒരു DNA തയ്യാറാവും. ശരിയല്ലേ? ഇനി നിങ്ങളാണ് അപമാനിക്കാതിരിക്കുക. നിങ്ങൾ ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരിലാണ് ജീവിക്കുന്നത്. എല്ലാം ജയങ്കല സാംസ്കാരിക വേദിയും ജീവിക്കുന്നത് തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മക്കൾ ജീവിക്കുന്നത്. ഒരു നിമിഷം ആ മനുഷ്യനെ പേരുഷം മാറ്റാൻ ഒന്ന് ശ്രമിച്ചു. ഓക്കെ. എല്ലാം നല്ലതിനാവട്ടെ. ഒരു ദിവസം എല്ലാം കലങ്ങി തെളിയട്ടെ. ഓക്കെ. താങ്ക് യു.